afternoon. Good afternoon. Yes. Good afternoon. ഇന്ന് എന്നോട് ക്ലാസ് എടുക്കാൻ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുകയാണ്. നാളെ ഞാൻ തന്നെ വരും കേട്ടോ. ഈ ആഴ്ച നിങ്ങൾ എന്നെ 3 ദിവസം സഹിക്കേണ്ടതായിട്ട് വരും. ഓക്കെ, ഇറ്റ്സ് ഓക്കെ ടീച്ചർ. സൈക്കിളല്ല ടീച്ചർ, ഇഷ്ടമാണ് എല്ലാവർക്കും. താങ്ക് യു സോ മച്ച്. അത് കേൾക്കാൻ കൂടി വേണ്ടിയാ പറഞ്ഞത്. എനിക്കതൊരു മോട്ടിവേഷൻ ആണല്ലോ. അപ്പൊ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഒരു എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു നോക്കിയത്. ഇതത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഞാൻ ഡെസ്പ് ആയി പോയേനെ. വെറുതെ പറഞ്ഞാണേ. ഓക്കെ ഫൈൻ. എനിവേ നിങ്ങളെ ഈ ഒരു ടൈമിലൊന്ന് എൻഗേജ് ചെയ്യിക്കണമെന്ന് പറഞ്ഞു. സോ ഞാൻ ഫ്രീ ആയിരുന്നു. ആക്ച്വലി വെനസ്ഡേസ് ഞാൻ ഒരു സ്കൂളിൽ പോകുന്നതായിരുന്നു. ഇന്ന് ആ സ്കൂളിലെ പ്രിൻസിപ്പൽ ഇല്ല. അപ്പൊ സാറ് പറഞ്ഞു സാർ ഉള്ളപ്പോ വന്നാൽ മതിയെന്ന്. സോ അതുകൊണ്ട് ഇന്ന് ഞാൻ ഫ്രീ ആയിരുന്നു. അപ്പൊ ഞാൻ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അറിയിച്ചു. അങ്ങനെയാണ് പറഞ്ഞത് ഈ ടൈമിലൊക്കെ ഒരു ക്ലാസ് ഉണ്ടായിരുന്നു മുമ്പ്, അത് കഴിഞ്ഞ്. ഓക്കെ ഫൈൻ. സോ വി ക്യാൻ സ്റ്റാർട്ട്. ഹു ഈസ് ഡൂയിങ് പ്രെയർ? ഹിന്ദി പ്രെയർ അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ട്രെയിനൊക്കെ ഹിന്ദി അറിയായിരിക്കും. ട്രെയിനില്ലേ? നമ്മള് ചില ക്ലാസ്സിലൊക്കെ മലയാളത്തിൽ നല്ല സൂത്തിങ് ആയിട്ടുള്ളത് കേട്ടു. ഇംഗ്ലീഷിലാണ് ആക്ച്വലി നമ്മൾ പറയേണ്ടത്. ബട്ട് വി ആർ ദ പീപ്പിൾ ഹു വെൽക്കം ഓൾ ദ ലാംഗ്വേജസ്. എല്ലാ ലാംഗ്വേജിനെ നമ്മൾ റെസ്പെക്ട് ചെയ്യുന്നു. എല്ലാം നമുക്ക് ഇഷ്ടമാണല്ലോ. സോ പ്ലീസ്, ആരാ റെഡി ആയിട്ടുള്ളത് പ്രെയർ? ആരും ഇല്ലെങ്കിൽ ഞാൻ പറയാം. തീർച്ചയായിട്ടും. Okay, I'll do. Dear God, thank you for this new day and for the opportunity to come together to learn and grow. Bless each of us as we open our heart and minds to knowledge and wisdom. Grant us patience, understanding, and joy in this learning process. May we approach our work with focus and kindness. And may this class be a fruitful and peaceful time for everyone. Amen. ഓക്കെ, വാട്ട്സ് നെക്സ്റ്റ്? എന്തെങ്കിലും ആക്ടിവിറ്റീസ് നിങ്ങളുടെ സൈഡിൽ നിന്നുണ്ടോ? യെസ്. ഒന്നുമില്ല. നിങ്ങളുടെ ടെക്സ്റ്റുകൾ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ചെറിയ ടെക്സ്റ്റുകളായിരുന്നു. കണ്ടന്റ്സ് വളരെ കുറവാ. എല്ലാം നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കുക. നമ്മളുടെ തന്നെ തോട്ട് പ്രോസസ് അതിനനുസരിച്ച് നമ്മളെല്ലാം മനസ്സിലാക്കുക. ആ രീതിയിലുള്ള ബുക്സ് ആയിരുന്നു. ചെറിയ ചെറിയ ബുക്സ്. ഓക്കെ, ഇനി എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? എനി തോട്ട്സ്, എനി സ്റ്റോറീസ്, എനി സോങ്? യെസ് പ്ലീസ്. ആരും ഇല്ലെങ്കിൽ ഞാൻ തോട്ട് പറയാം. Good afternoon to all. Welcome to my thought. Your future is created by what you do today, not tomorrow. നിങ്ങളുടെ ഭാവി രൂപപ്പെടുന്നത് നിങ്ങൾ ഇന്ന് ചെയ്യുന്ന കാര്യങ്ങളാലാണ്, അല്ലാതെ നാളെ അല്ല. താങ്ക് യു. ഞാൻ 2-3 തോട്ട്സും പ്രെയറൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ ആരെങ്കിലും പറയുന്നില്ലെങ്കിൽ വെറുതെ ടീച്ചർ ഇങ്ങനെ ചോദിക്കുമ്പോൾ ഭയങ്കര വിഷമാണ് ആരും പറയാതിരിക്കുമ്പോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ മിക്കപ്പോഴും പ്രെയർ പറയുന്നുണ്ട്. ആരും പറയാത്തോണ്ടാണ്. കാരണം ചോദിക്കുന്ന ടീച്ചർക്ക് അതൊരു ഫീൽ ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ആരും മിണ്ടാതിരിക്കുന്നത് ശരിയല്ലല്ലോ, അതാണ്. ഞാനും അങ്ങനെ തന്നെ ടീച്ചറെ. വെരി നൈസ് ഓഫ് യു. എനിവേ 2 പ്രേയേഴ്സ് നിങ്ങൾക്ക് എല്ലാവരും ചെയ്യണം. നിങ്ങളുടെ റെക്കോർഡ് ബുക്കിൽ ഉള്ളതാണ്. അപ്പൊ അത് നമുക്കിവിടെ പ്രസന്റ് ചെയ്യാലോ.
സോ നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് ആണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനു മുമ്പ് ഫിസിക്കൽ ഡെവലപ്മെന്റിലേക്ക് എത്തുന്നതിന് മുമ്പ് നിങ്ങൾ ന്യൂട്രീഷൻ, എങ്ങനെയുള്ള ഫുഡ് ഐറ്റംസ് കുട്ടികൾക്ക് കൊടുക്കണം, അതെല്ലാം ഏത് മീൻസ് എല്ലാം വരുന്നു അല്ലെ, വൈറ്റമിൻസ്, ഫാറ്റ്സ്, കാർബോഹൈഡ്രേറ്റ്സ്, അങ്ങനെ എന്തും. നല്ല സ്പോർട്സ് ഡേ ആണെന്ന് വിചാരിക്കുക, നല്ല വെയിലുള്ള ദിവസം കുട്ടികൾ സ്പോർട്സിൽ പങ്കെടുക്കുന്നു. അപ്പൊ ആ സമയത്ത് ഇൻ ബിറ്റ്വീൻ അവരുടെ ഓരോ ഗെയിംസ് അല്ലെങ്കിൽ എന്താണ് ഓരോ ഇതിന്റെ ഇൻ ബിറ്റ്വീൻ കുട്ടികൾക്ക് ടീച്ചേഴ്സ് പൊതുവെ എന്താണ് പ്രൊവൈഡ് ചെയ്യാറ്? കറക്റ്റ് ക്ഷീണം മാറാൻ. പണ്ടൊക്കെ ഞാൻ കാണുന്നത് ഉപ്പിട്ടിട്ടുള്ള നാരങ്ങ വെള്ളം കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. അതെ അതെ, ഗ്ലൂക്കോസ് കൊടുക്കലുണ്ട്. ഗ്ലൂക്കോസ് ORS ആണ് ഇപ്പം കൊടുക്കുന്നത്, ORS. ഓക്കെ ഓക്കെ. ശരിക്കും അത് കാരണം ഒന്ന് ഓടിക്കഴിയുമ്പോൾ അവർ ഭയങ്കര ഡീഹൈഡ്രേഷൻ അവർക്ക് സംഭവിക്കും. അവരെ ഹൈഡ്രേറ്റ് ആക്കാനുള്ളത് പ്രൊവൈഡ് ചെയ്യും അല്ലെ. സോ നമ്മൾ ഫിസിക്കൽ ഡെവലപ്മെന്റ് തുടങ്ങിയപ്പോ ജസ്റ്റ് ഒന്ന് ഫുഡ് ന്യൂട്രീഷന്റെ കൂടെ ഒന്ന് പറയണമെന്ന് വിചാരിച്ചിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, ഇപ്പൊ നോക്കാം. വീഗൻസിനെ പറ്റി അറിയാമോ? എന്താ വീഗൻ എന്ന് പറഞ്ഞു? ഇപ്പൊ വെജിറ്റേറിയൻസ്, നോൺ വെജിറ്റേറിയൻ എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഫിഷിറ്റേറിയനോ അങ്ങനെ ഓരോ സംഭവം കൂടി ഉണ്ട്. കറക്റ്റ് ആണോ ഞാൻ സ്പെൽ ചെയ്ത് പറഞ്ഞതെന്ന് എനിക്ക് ഓർമ്മയില്ല. ഇതാണ് ഫിഷ് മാത്രം നോൺ വെജിൽ കഴിക്കുന്ന അങ്ങനെ ഒരു ഇതുണ്ട്. വീഗൻസ് എന്താ? നമ്മുടെ പാർവതി തിരുവോത്ത് വീഗനാ. വീഗൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വെജിറ്റേറിയൻ ആണ്, ബട്ട് അതിന്റെ ഒരു കോറിലേക്ക് പോകും. അതായത് അവര് അനിമൽസിൽ നിന്നുള്ള പ്രോഡക്ട്സ് പോലും കഴിക്കില്ല. അതായത് മിൽക്ക്, ബട്ടർ, അങ്ങനെയൊക്കെയുള്ള ഡയറി പ്രോഡക്ട്സ് ഒക്കെ ഉണ്ടല്ലോ, ചീസ്, അങ്ങനെ റിലേറ്റഡ് അനിമൽസിൽ നിന്ന് അവരുടെ പലതിൽ നിന്നും എക്സ്ട്രാക്ട് ചെയ്ത് കിട്ടുന്ന ഫുഡ് പ്രോഡക്ട്സ് പോലും കഴിക്കാത്തവരാണ് വീഗൻസ്. അത് മാത്രമല്ല അവരുടെ ആക്സസറീസ്, ബാഗ്, ചെരുപ്പ്, ചില അനിമലിന്റെ സ്കിന്ന് കൊണ്ടൊക്കെ ലെതർ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഇല്ലേ, അതുപോലും യൂസ് ചെയ്യില്ല. അങ്ങനെയുള്ളവർ അങ്ങനത്തെ ഒന്നും അനിമലിനെ ഹാം ചെയ്തിട്ട് കിട്ടുന്നതൊന്നും, ഹാം ചെയ്യാത്തത് അങ്ങനെ ആ രീതിയിൽ എടുക്കുന്ന ഒന്നും യൂസ് ചെയ്യാത്തവരെയാണ് വീഗൻ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ വരുമ്പോ കേക്കിലൊക്കെ ചേർക്കില്ല, അപ്പൊ അവർ കേക്കും കഴിക്കില്ല. ഇല്ല, അവർ അതൊക്കെ ഒമിറ്റ് ചെയ്തിട്ടാണ് അവരെല്ലാം ചെയ്യുന്നത്. വീഗൻസ് അങ്ങനെയാണ്. ഇവർക്ക് ഡെഫിഷ്യൻസി കൂടുതലായിരിക്കും. ഡോക്ടർക്ക് സപ്ലിമെന്റ്സ് കൊടുക്കും. വീഗൻ വൺസ് ഇപ്പൊ ഈവൻ വെജിറ്റേറിയൻ, നോൺ വെജിറ്റേറിയൻ നമുക്കറിയാം. ഈവൻ റിലീജിയസ് പരമായിട്ട് വെജിറ്റേറിയൻസ് ഉണ്ടാവും, അല്ലാതെ റുട്ടീൻ ഇതാക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അതിന്റെ അസുഖങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ ഫുഡ് കൺട്രോൾ ആയിട്ടുള്ള അങ്ങനെ വെജിറ്റേറിയൻസ് ഉണ്ടാവും. ഈവൻ ദോ വെജിറ്റേറിയൻസ് ഉണ്ടെങ്കിൽ തന്നെയും, കാരണം കുറേ കാര്യങ്ങൾ നമുക്ക് കിട്ടുന്ന നോൺ വെജ് ഫുഡിൽ നിന്നാണ് പലതും. അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് വെജിറ്റേറിയൻസ് ചില സപ്ലിമെന്റ്സ് കൂടുതലായിട്ട് എടുക്കേണ്ടതായിട്ട് വരും, ചില ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് എടുക്കേണ്ടതായിട്ട് വരും. ഓക്കെ, അത് അവരുടെ ആ ഒരു ഫുഡ് ഹാബിറ്റ്സിൽ അത് ബാലൻസ് ആയി പോകും. ബട്ട് വീഗൻസ് എന്ന് പറയുമ്പോൾ അവർക്ക് ഡെഫിഷ്യൻസി വരും എന്നാണ് ഡോക്ടേഴ്സ് പറയുന്നത്. അവരിങ്ങനെയുള്ള ചില വൈറ്റമിൻ ടാബ്ലറ്റ്സ്, അങ്ങനെ വൈറ്റമിൻ ചില സപ്ലിമെന്റ്സ് എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്യാറുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞപ്പോ അങ്ങനെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മളുടെ ഈ ഫിസിക്കൽ ഡെവലപ്മെന്റ് അതില് കുട്ടികളുടെ നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ കുട്ടികളുടെ എന്താ പറയാ വെൽഫെയറും പല കാര്യങ്ങളും, അവരെങ്ങനെ കെയർ ചെയ്യണം, അവർക്ക് ഏതെല്ലാം ഭക്ഷണങ്ങൾ കൊടുക്കണം, അവർക്ക് അസുഖങ്ങൾ വരും, ആ കോമൺ ആയിട്ടുള്ള അസുഖങ്ങൾ വരും, അതിനെ പ്രിവെന്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഇതിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, അവർക്ക് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കുന്ന കാര്യങ്ങൾ. നിങ്ങളൊരു ഇമ്മ്യൂണൈസേഷൻ ചാർട്ട് പ്രിപ്പയർ ചെയ്ത് വെച്ചോളൂ കേട്ടോ, അത് നല്ലതായിരിക്കും. ഞാനൊരു ബാച്ചിന് കൊടുത്ത അസൈൻമെന്റ് ആയിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ആ പോർഷൻ വേറെ ഏതോ ടീച്ചറല്ലേ എടുത്തേ. ഈവെന്തോ നിങ്ങൾ അസൈൻമെന്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഒരു ഇമ്മ്യൂണൈസേഷന്റെ ആ ചാർട്ട് ഏത് പ്രായത്തിലാണ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്, ഓരോ ഇഞ്ചക്ഷൻ, അങ്ങനെ. ഇപ്പൊ ചില നമ്മുടെ ക്ലാസ്സിൽ ചില അമ്മമാരുടെ കയ്യിൽ അത് ഓൾറെഡി ഉണ്ടാവും, ലേറ്റസ്റ്റ് ആയിട്ടുള്ളത് ഓൾറെഡി ഉണ്ടാവും. അപ്പൊ അത് അങ്ങനെ ഒരെണ്ണം നമ്മളൊന്ന് റെഡിയാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. നമുക്ക് അറിയാൻ പറ്റും ഏത് പ്രായത്തിലാണ് കുട്ടിക്ക് ഏത് ഇഞ്ചക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ആക്ടിവിറ്റി ആണോ ടീച്ചർ? ഇത് ആക്ച്വലി ഞാൻ അസൈൻമെന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു ബാച്ചിന്, പക്ഷെ നിങ്ങൾക്ക് ഞാൻ ആ പോർഷൻ എടുക്കാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് എന്റെ ഒരു സജഷൻ ആയിട്ട് പറഞ്ഞേ ഉള്ളൂ. ഒരെണ്ണം കയ്യില് വെച്ചോളൂ, ആക്ടിവിറ്റി ആയിട്ട് വെച്ചോളൂ. അസൈൻമെന്റ് വേണ്ട, ഓൾറെഡി കഴിഞ്ഞതല്ലേ ആ ചാപ്റ്റർ എല്ലാം.
കാരണം അത് നമ്മൾക്കൊരു ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഈവൻ നമ്മളുടെ കുട്ടികളായ ഏജ് കഴിഞ്ഞ് നമ്മൾ ഓൾറെഡി അവർക്ക് പല ഇമ്മ്യൂണൈസേഷൻസിന്റെ പലതും കൊടുത്തു കഴിഞ്ഞു, വാക്സിനേഷൻസ് ഒക്കെ ചെയ്തു. ഇനിയിപ്പോ കുഞ്ഞു ബേബീസ് ഉള്ളവരുണ്ടാവും, അവർ കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാവും, അവരുടെ നല്ലൊരു ചാർട്ട് ഉണ്ടാവും. ഓരോ ഇയർ കഴിഞ്ഞപ്പോ മാറിക്കൊണ്ടിരിക്കുവായിരുന്നു അല്ലെ. എനിക്ക് മോളുണ്ടായ സമയത്ത് OP, അതായത് ഓറൽ പോളിയോ വാക്സിൻ മാത്രമല്ല IPVയും ഉണ്ടായിരുന്നു, ഇഞ്ചക്ഷൻ. ആ ഒരു ഇഞ്ചക്ഷൻ എന്നുള്ള രീതിയിൽ കൊടുക്കുന്നത്. മോൾക്കും മോനും അത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ഓരോ കാലഘട്ടത്തിൽ മാറി. ഇപ്പൊ ചേച്ചി നഴ്സാണ്, ചേച്ചി ഇങ്ങനെ പറയണ്ടായി MMR വാക്സിനേഷൻ ഉണ്ടല്ലോ, മീസിൽസ്, മംസ്, റുബല്ല, ഈ 3 വാക്സിനേഷൻ അതിപ്പോ MR വാക്സിനാക്കി മാറ്റിയെന്ന്. ഏതാണോ ഒഴിവാക്കിയത്, മംസിന്റെ ആണോ ഒഴിവാക്കിയത്, മീസിൽസിന്റെ ആണോ ഒഴിവാക്കിയത് ഞാൻ ഓർക്കണില്ല. മീസിൽസ് ആണല്ലേ. ഓക്കെ, അപ്പൊ അത് ഒഴിവാക്കിയിട്ട് MR വാക്സിൻ ആക്കി മാറ്റി. ബേബി ഉണ്ടോ ആ ഒരു ഏജിലുള്ളത്? മിസ് പേപ്പറിൽ കണ്ടായിരുന്നു, അത് ഒഴിവാക്കിയതാണ് ഇപ്പൊ കൂടുതലാണെന്ന് പറഞ്ഞു. കൂടുതൽ വരണോ മീസിൽസ്? പലർക്കും വരുന്നു. എന്റെ മോൻ ഇപ്പം ഒരു 14 years ആയി. ഇവന് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു, അതായത് MMR വാക്സിൻ അവർക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നു. പക്ഷെ ഇവന് മംസ് വന്നു. നമ്മളുടെ ധാരണ എന്താ, വാക്സിനേഷൻ എടുത്താൽ വരില്ല എന്നുള്ളതല്ല. ഞാൻ ഇങ്ങനെ ഡോക്ടറോട് ചോദിച്ചു. അപ്പൊ ഡോക്ടർ പറഞ്ഞു 1000-ൽ ഒരാൾക്ക് വരാം വാക്സിനേഷൻ എടുത്താൽ. അപ്പൊ അങ്ങനെ വന്നുപോയി. അപ്പൊ റീസെന്റ് കുറേ പേർക്ക്, മീൻസ് 30+ ആയവർക്കും മംസ് വന്ന് ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. എന്താണ് നമ്മളുടെ പല ഫുഡ് ഹാബിറ്റ്സിന്റെയോ ലൈഫ് സ്റ്റൈലിന്റെ ഒക്കെ അതായിരിക്കാലേ, അറിയില്ല എന്താണ്. ഓക്കെ, ഞാൻ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ശാരീരിക വളർച്ചയ്ക്ക് ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. പിന്നെ അതുപോലെ പാരന്റിങ് വലിയൊരു ഫാക്ടറാണ്. ഫിസിക്കൽ ഡെവലപ്മെന്റിന് മാത്രമല്ല, മെന്റൽ ഡെവലപ്മെന്റ്. ഭക്ഷണം കഴിക്കുന്നുണ്ടോ, ഒന്നും ശരീരത്തിൽ കാണുന്നില്ല നമ്മൾ പറയില്ലേ. ഭയങ്കര സ്ട്രെസ് ആണെങ്കിൽ നമുക്ക് ഒട്ടും നമ്മുടെ മെറ്റബോളിസം ശരിയായ രീതിയിൽ നടക്കില്ല. ഭയങ്കര സ്ട്രെസ്, സങ്കടം, ദേഷ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കാണ് അത് ഹെൽത്തിനെയും അഫക്ട് ചെയ്യും. പാരന്റിങ് എല്ലാ പാരന്റ്സും അറിഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, പാരന്റിങ്. പിന്നെ അതുപോലെ പല ഹെൽത്ത് കെയർ നീഡ്സും. ഓക്കെ, ഞങ്ങളുടെ ടെക്സ്റ്റില് 3 F's ആണ് ഫോർ എഫക്റ്റീവ് പാരന്റിങ്ങിന് പറഞ്ഞിരുന്നത്. ഒന്ന് ഫേം, ഫസ്റ്റ് F ഫേം, സെക്കൻഡ് F ഫെയർ, FAIR ആണ്. നെക്സ്റ്റ് ഫ്രണ്ട്ലി, ഫ്രണ്ട്ലി ആയിട്ട്, ഫ്രണ്ട്ലി ആ ഒരു രീതിയിൽ. അപ്പൊ ഫേം എന്ന് പറയുന്നത് അപ്രോപ്രിയേറ്റ് ആയിട്ട് കുട്ടികളിൽ നിന്ന് ബിഹേവിയർ ഉണ്ടാകുവാണെങ്കിൽ, അൺസോഷ്യബിൾ ആയിട്ട് ആ രീതിയിലൊക്കെയുള്ള ബിഹേവിയർ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ ഇച്ചിരി ഒന്ന് ഫേം ആയിട്ട് നിന്ന് കറക്റ്റ് സ്ട്രിക്റ്റ് പോലെ നിന്നിട്ട് അവരെ കറക്റ്റ് ചെയ്യണം എന്നുള്ള രീതി തന്നെയാണ് ഫെയർ. പിന്നെ എന്താ പറയാ, ഒരു കാര്യം ചെയ്യാനായിട്ട് കുട്ടി ഏൽപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അത് ടൈം എഫക്റ്റീവ് ആയിട്ട് കുട്ടി ഉപയോഗിക്കുന്നു, കൺസിസ്റ്റന്റ് ആയിട്ട്. ഇപ്പൊ ഉറക്കം അല്ലെ, കളി, ഓക്കെ, അപ്പൊ അതിനൊക്കെ ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. അപ്പൊ ചെറിയ ക്ലാസ്സിലാണെങ്കിൽ ആ ഒരു ടൈമില് സ്കൂളിലെ വർക്ക് ഉണ്ട്, അത് ചെയ്യാനൊരു ടൈം, അങ്ങനെ പ്രെയർ ഉണ്ടെങ്കിൽ അങ്ങനെ ആ ഒരു രീതിയിൽ, ആ ഒരു രീതിയിൽ ഫെയർ ആയിട്ട് കാര്യങ്ങൾ. അതിന് വേണമെങ്കിൽ ഒരു റിവാർഡ് കൊടുക്കാം എന്നാണ് ഈ പാരന്റിങ്ങിന് പറയുന്നത്. ഫ്രണ്ട്ലി, ഫ്രണ്ട്ലി ആയിരിക്കുമ്പോൾ ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകും. പാരന്റ്സും കുട്ടികളും തമ്മിൽ ഹൈഡ് ചെയ്യില്ല, ലൈസ് ഉണ്ടാവില്ല, കള്ളങ്ങൾ പറയില്ല. അവര് എന്ത് തന്നെയാണെങ്കിലും നമ്മളോട് വിളിക്കാതെ എല്ലാ കാര്യങ്ങളും പറയും. അപ്രോപ്രിയേറ്റ് അവരുടെ നല്ല ഒരു ഗുഡ് മാനേഴ്സ് കാണിക്കുന്നു. ഇപ്പൊ നമ്മള് എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുമ്പോ കുട്ടി എന്തെങ്കിലും ഒരു കാര്യം ചെയ്ത് അടുത്തൂടെ പോകുന്നു, ഫ്ലോറിൽ എന്തെങ്കിലും പേപ്പർ വീണ് കിടക്കുന്നു, കുട്ടി അതെടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുന്നു, നമ്മൾ കാണുവാണ്. നമ്മൾ പറഞ്ഞിട്ടല്ല ചെയ്തത്, നമ്മൾ കാണുന്നു അങ്ങനെ ചെയ്യുമ്പോൾ. അപ്പൊ അവിടെ ഒരു അപ്രീസിയേഷൻ കൊടുക്കുക. സോ അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പാരന്റിങ്ങിന്റെ ടെക്സ്റ്റിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ ഫിസിയോളജിക്കൽ നീഡ്സ്, അതായത് ഫിസിക്കൽ ഡെവലപ്മെന്റിന് എന്തെല്ലാം കാര്യങ്ങൾ അത്യാവശ്യമാണ്, എന്തൊക്കെയായിരിക്കും ശാരീരിക വളർച്ച, ഫിസിക്കൽ ഡെവലപ്മെന്റിന് എന്തെല്ലാം ആവശ്യം? ഹെൽത്തി ഫുഡ്. യെസ്.
എക്സസൈസ്. യെസ്. Then what? ഹെൽത്തി ഫുഡ് പറഞ്ഞു. ദാറ്റ് ഇസ് ഫുഡ് ആൻഡ് വാട്ടർ. നമുക്ക് ഒരുമിച്ച് പറയാം. ആവശ്യത്തിന് വെള്ളവും നല്ല ക്ലീൻ വാട്ടർ കുടിക്കണം അവരല്ലേ. നമ്മളിപ്പോ പറഞ്ഞു ഓട്ട മത്സരം അല്ലെങ്കിൽ സ്പോർട്സിന്റെ ആക്ടിവിറ്റി ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ അവരെ ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് ഇതുപോലെ ORS പറഞ്ഞു, ഉപ്പിട്ട നാരങ്ങ വെള്ളം, ഗ്ലൂക്കോസ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നു എന്ന് പറഞ്ഞു. ഇത് മാരത്തോൺ ഒക്കെ പോകുമ്പോൾ നമുക്ക് ഹൈഡ്രേഷൻ പോയിന്റ് എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ടാവും അല്ലെ. അവിടെ ഓറഞ്ച് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം, ബനാനാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം, അങ്ങനെ പലതും, വാട്ടർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം, അങ്ങനെയൊക്കെ കിട്ടാറുണ്ട് മാരത്തോൺസ് ഒക്കെ പോകുമ്പോഴേക്കും. അതുപോലെ തന്നെ എല്ലായിടത്തും എപ്പോഴും ഹൈഡ്രേറ്റ് ആക്കാനായിട്ട് ആൻഡ് വാട്ടർ. ദെൻ നിങ്ങൾ പറഞ്ഞു എക്സസൈസ്, ദാറ്റ് ഈസ് ആക്ടിവിറ്റി ആൻഡ് എക്സസൈസ്. ഓക്കെ, അവൻ ഏജിനനുസരിച്ച് അവരെ ഔട്ട്ഡോർ ഗെയിംസ് കളിപ്പിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നിറയെ കൊടുക്കണം. പിന്നെയുണ്ടല്ലോ ഉറക്കം. യെസ്, സ്ലീപ്പ് ആൻഡ് റെസ്റ്റ് അല്ലെ. നല്ല പോലെ ഉറങ്ങണം, നല്ല റെസ്റ്റ് ചെയ്യണം. ഓക്കെ, അല്ലെങ്കിൽ അവർ ഭയങ്കര ടയേർഡായി പോകും. അവര് കുട്ടികളാകുമ്പോൾ കുറച്ചധിക സമയം തന്നെ അവർക്ക് ഉറങ്ങാനായിട്ട് വേണം. Cleanness. എന്തോ Cleanness. ഹൈജീൻ അല്ലെ. ഹൈജീൻ, പേഴ്സണൽ ഹൈജീൻ, അത് വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഡൊമസ്റ്റിക് ഹൈജീൻ, നമ്മുടെ വീടുകളിലും നമ്മുടെ ചുറ്റുപാടും ഹൈജീൻ ആയിരിക്കണം. പേഴ്സണൽ ഹൈജീനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കുട്ടി ഡ്രസ് എങ്ങനെയായിരിക്കും? ക്ലോത്തിങ് അല്ലാത്ത മാക്സിമം കോട്ടൺ ഡ്രസ്, ലൂസ് ആയിട്ടുള്ള. അതെ, ഭയങ്കര ടൈറ്റ് ആവരുത്, കുട്ടിക്ക് കംഫർട്ടബിൾ ആകുന്ന. അങ്ങനെ ഡെലിക്കേറ്റ് സ്കിൻ അല്ലേ, നമ്മുടെ സ്കിൻ പോലെയല്ല, വളരെ സോഫ്റ്റ് ആണ്, ഡെലിക്കേറ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പൊ അതുകൊണ്ട് അവർക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ്. പിന്നെ ക്ലൈമാറ്റിക് ചേഞ്ചസിനനുസരിച്ച്, നമ്മുടെ ഇവിടെ വലിയ എപ്പോഴും ചൂട് തന്നെയാണ് പകല് അല്ലെ. പുറത്തേക്ക് ഇറങ്ങി അപ്പൊ നമുക്ക് കോട്ടൺ തന്നെയാണ് നമുക്ക് പ്രിഫറബിൾ. പക്ഷെ അതേസമയം കാശ്മീർ, ഹിമാചൽ പ്രദേശ് അങ്ങനെ കുറച്ച് തണുപ്പ്, അല്ലെങ്കിൽ ഇപ്പൊ ഡൽഹിയിലൊക്കെ എക്സ്ട്രീം ക്ലൈമറ്റും വരാറുണ്ട്. ഭയങ്കര ചൂടും ഭയങ്കര തണുപ്പും വരുന്ന ക്ലൈമറ്റുകൾ ഉണ്ടാവാറുണ്ട്. പിന്നെ ബാംഗ്ലൂരിലെ ഡ്രൈനസ്, അങ്ങനെ ക്ലൈമാറ്റിക് ചേഞ്ചിനനുസരിച്ചും കുഞ്ഞുങ്ങൾക്ക്, പ്രായമായ ആൾക്കാര് ഓക്കെ മേ ബി ദേ ക്യാൻ അഡ്ജസ്റ്റ്, അല്ലെങ്കിൽ അതുമായിട്ട് കോമ്പാക്റ്റ് ആയിരിക്കും. ബട്ട് കുഞ്ഞുങ്ങളുടെ ഭയങ്കര ഡെലിക്കേറ്റ് സ്കിൻ ആയിരിക്കും, അവർക്ക് പെട്ടെന്ന് തന്നെ റാഷസ് വരാം, ഡ്രൈനസ് വരാം. അപ്പൊ അതിനനുസരിച്ച് ക്ലൈമാറ്റിക് ചേഞ്ചസ് അനുസരിച്ച് ഇവരുടെ ക്ലോത്തിങ് സെലക്ട് ചെയ്യണം. പിന്നെ ക്ലീൻ ആയിരിക്കണം, പിന്നെ അട്രാക്റ്റീവ് ആയിരിക്കണം അല്ലെ. കുട്ടിക്കൊരു ഇഷ്ടം തോന്നണ്ടേ അത് ഇടാനായിട്ട്. നമുക്ക് കുട്ടിയുടെ ഡെലിക്കേറ്റ് സ്കിൻ ആണ്, ക്ലൈമറ്റ് ചേഞ്ച് ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എടുക്കുന്നത് അവർക്കൊരു അട്രാക്റ്റീവ് ആകുന്നത് കൂടെ ആയിരിക്കണം, കുറച്ച് കളർഫുൾ. ഓക്കെ, അത് ഇട്ട് കഴിയുമ്പോൾ അവർക്കൊരു പ്രൗഡ് ഫീല് ഒക്കെ തോന്നണം, ഒരു സന്തോഷമൊക്കെ തോന്നും. സോ അതും അതിനകത്തൊരു മാറ്റർ തന്നെയാണ്. നമ്മള് 5 ഏരിയയിൽ പറഞ്ഞു. ഈ ഫിസിയോളജിക്കൽ നീഡ്സ്, ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ ഫിസിയോളജിക്കൽ നീഡ്സ് പറഞ്ഞു. ഫുഡ് ആൻഡ് വാട്ടർ, then clothing, sleep and rest, then activity and exercise, hygiene and cleanliness. Okay, നോട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ നോട്ട് ചെയ്തു. ഇനി ഇത് സോഷ്യോ ഇമോഷണൽ നീഡ്സ് എന്തായിരിക്കണം ഒരു കുട്ടിയുടെ ഡെവലപ്മെന്റിന്? എല്ലാം പ്രൊവൈഡ് ചെയ്യുന്നു. പാരന്റ്സ് ഭയങ്കര റിച്ച് ആണ്, കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ സൗകര്യങ്ങളും പ്രൊവൈഡ് ചെയ്യും. ബട്ട് അവർ ഭയങ്കര ബിസി, ദേ നോട്ട് ഹാവ് ഇനഫ് ടൈം ടു സ്പെൻഡ് വിത്ത് ദ കിഡ്. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? സോഷ്യോ ഇമോഷണൽ നീഡ് ഭയങ്കര താഴേക്ക് പോകും അല്ലെ. ലവ് ആൻഡ് സെക്യൂരിറ്റി, കുട്ടി ഭയങ്കര സെക്യൂർ ആയി ഫീൽ ചെയ്യണം പാരന്റ്സിന്റെ കൂടെ അല്ലെ. ആ ഒരു കാരണം ചിലപ്പോ ക്രയോൺസ് വെച്ചൊരു കുഞ്ഞാണെങ്കിൽ ഒരു പടം വരച്ചിട്ടുണ്ടാവും ആദ്യമായിട്ട് കാണിക്കാനായിട്ട്, ഓടി ചെല്ലുമ്പോഴേക്കും ഫാദർ ഒരു സൈഡിലിരുന്ന് ലാപ്ടോപ്പിലോ മൊബൈലിലോ എന്തെങ്കിലും ചെയ്യുമായിരിക്കും, മദർ ഒരു സൈഡിലിരുന്ന് ഇതുപോലെ മൊബൈലിൽ ആരോടെയും സംസാരിക്കും എന്തെങ്കിലും. അപ്പൊ പിന്നെ അവന് ഭയങ്കര ആ കുട്ടിയിലുണ്ടാവുന്ന ഒരു ഫീല്, അത്രയും എന്തോ ഒരു വലിയ കാര്യം അച്ചീവ് ചെയ്ത അക്കംപ്ലിഷ് ചെയ്ത സന്തോഷത്തോടുകൂടെ ഓടി വരുമ്പോൾ രണ്ടുപേരുടെ റെസ്പോൺസ് ഇങ്ങനെയാകുമ്പോൾ അതായത് സോഷ്യൽ ഇമോഷണൽ നീഡ്സിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. സോ ദാറ്റ് മീൻസ് ലവ് ആൻഡ് സെക്യൂരിറ്റി വേണം, ഇൻഡിപെൻഡൻസ് വേണം. ഓക്കെ, ആ സോഷ്യോ ഇമോഷണൽ എൻവയോൺമെന്റും നല്ലതായിരിക്കണം.
ഡിസ്ക്രിമിനേഷൻ ഒന്നും പാടില്ല അല്ലെ, കുട്ടിയെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുന്നു, പാർഷ്യാലിറ്റി കാണിക്കുന്നു, അതെല്ലാം അതിന്റെ ഇമോഷണൽ നീഡ്സിനെ വല്ലാതെ ബാധിക്കും. ഇനി അതർ ഹെൽത്ത് കെയറിലായിരുന്നു നമ്മൾ പറഞ്ഞത് ഇമ്മ്യൂണൈസേഷൻ, ടൈംലി റെഗുലർ ആയിട്ടുള്ള ഒരു ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂൾ ആണ് ഞാനത് കീപ്പ് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, പിന്നെ നമ്മൾ പ്രായമായി കഴിയുമ്പോൾ നമുക്കൊരു റുട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് ഉള്ളതുപോലെ കുഞ്ഞുങ്ങളെയും കൊണ്ടുപോകണം എന്നാണ് പലപ്പോഴും പറയുന്നത്. അവരുടെ എല്ലാം നോക്കണം. ബ്രീത്തിങ് ഒക്കെ അവരുടെ റേറ്റ് ഇങ്ങനെ മാറി മാറി വരുമല്ലേ, അങ്ങനെ പല കാര്യങ്ങളുടെ വിഷൻ കറക്റ്റ് ആണെന്ന് നോക്കാം. സ്കൂളിൽ ചേർക്കണതിന് മുമ്പ് അതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ കേൾവി, അങ്ങനത്തെ കാര്യങ്ങൾ. പിന്നെ നമ്മൾക്ക് ശ്രദ്ധിക്കാം അവരുടെ ഹെയർ, നീൽസ് ഒക്കെ എങ്ങനെയാണ്, എന്തെങ്കിലും രീതിയിലുള്ള വീക്ക്നെസ് ഉണ്ടോ, ഡെഫിഷ്യൻസി എന്തെങ്കിലും ഉണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ കുട്ടിയുടെ സേഫ്റ്റി, ഏതൊരു എൻവയോൺമെന്റിലും കുട്ടി സേഫ് ആണെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പിന്നെ ഫുഡ് ആൻഡ് ന്യൂട്രീഷണൽ നീഡ്സ് ആണ്. അത് നിങ്ങൾക്ക് ഞാൻ മറന്നുപോയത് കേട്ടോ, വൈറ്റമിൻസിന്റെ ലിങ്ക് ഞാൻ അയച്ചു തരാം. അതിനകത്ത് എല്ലാ വൈറ്റമിൻസിന്റെ ഡീറ്റെയിൽസും ഉണ്ട്. അത് ഡെഫിഷ്യൻസി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് അസുഖങ്ങൾ വരുന്നു, സഫീഷ്യന്റ് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണെന്നും എല്ലാം അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ അത് അയച്ചു തരാം. അതേ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ നോട്ട് ചെയ്ത് വെക്കാം. നമുക്ക് വാട്ടർ സോളുബിളും ഫാറ്റ് സോളുബിളും ആയിട്ടുള്ള വൈറ്റമിൻസ് ആണ്. അപ്പൊ അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് ഓരോന്നും. പിന്നെ ജങ്ക് ഫുഡൊക്കെ മാക്സിമം കുട്ടികൾക്ക് കൊടുക്കാതിരിക്കുക. അവർക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാവും, ഡൈജഷൻ പ്രോബ്ലംസും എല്ലാം കാണാം. ഓൾമോസ്റ്റ് അവരുടെ ഒരു ഫിസിക്കൽ ഡെവലപ്മെന്റിന് മുമ്പ് നമ്മൾ എടുക്കേണ്ട കുറെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ, പ്രിവെൻഷൻസ് അങ്ങനെയുള്ളതെല്ലാം നമ്മൾ പറഞ്ഞു. കുറെ കാര്യങ്ങൾ ഞങ്ങളുടെ ടിപ്സിലുണ്ട് കേട്ടോ, ലൈക്ക് ഹെയർ ഫോൾ വന്നാൽ എന്ത് ചെയ്യണം, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റ് എയ്ഡ് കിറ്റ് അത് ഞാൻ അസൈൻമെന്റ് ആയിട്ട് തന്നിരുന്നോ? യെസ് ടീച്ചർ, കുറെ മുമ്പേ തന്നതാണ്. ഞങ്ങൾക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു, ഹൗ ജേർണലിസം ഹെൽപ്സ് ദി വെൽഫെയർ ഓഫ് ചൈൽഡ് ആൻഡ് വുമൺ. ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് എക്സാമിന് വന്നൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വെൽഫെയറിൽ കുറച്ച് ആർട്ടിക്കിൾസ് ഒക്കെ അങ്ങനെ പഠിക്കാനൊക്കെ ഉണ്ടായിരുന്നു, ചൈൽഡ് വെൽഫെയറിന്റെ കാര്യങ്ങളും അങ്ങനെയൊക്കെ. നമുക്ക് പറയാൻ പറ്റില്ല എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാം. ജേർണലിസം എന്ന് പറയുമ്പോൾ അതൊരു മീഡിയ ആണല്ലോ. ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ മീഡിയയിലൂടെ പുറത്തേക്ക് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെ കുറെ ഫാക്ട്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ ഇറ്റ് വിൽ ഹെൽപ്പ് ടു സോൾവ് ദ പ്രോബ്ലം ആ ഒരു രീതിയിൽ. നമ്മുടെ ടെക്സ്റ്റിന് ഒരു വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതായത് അതിനകത്ത് നമുക്ക് റിവ്യൂ എഴുതാം, ഫാക്കൽറ്റിയെ കുറിച്ച് എന്തും ഓപ്പൺ ആയിട്ട് എഴുതാവുന്ന രീതിയിലെ കുറച്ച് ഏരിയാസ് ഒക്കെ ഉണ്ടായിരുന്നു. സജഷൻസ്, റിവ്യൂ, നമ്മളത് ഫാക്കൽറ്റിക്ക് തന്നെ കൊടുക്കണം കാര്യങ്ങൾ. ഓക്കെ, ഇനി നമ്മളുടെ PDF പോവാം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, ഫിസിയോളജിക്കൽ നീഡ്സ് മനസ്സിലാക്കി, സോഷ്യോ ഇമോഷണൽ നീഡ്സ് മനസ്സിലാക്കി. ഫിസിക്കൽ ഡെവലപ്മെന്റ് ഫുഡ് മാത്രം കൊടുത്താൽ പോരാന്നുള്ളത് നമുക്ക് മനസ്സിലായി. അത് ഇപ്പൊ നിറയെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് വെച്ചിരിക്കുന്നു, നമ്മളെ ഇട്ട് വഴക്ക് പറഞ്ഞ് ടെൻഷൻ അടപ്പിച്ചിരിക്കുവാണെങ്കിൽ കഴിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ടേസ്റ്റ് നമുക്ക് ഫീൽ ചെയ്യും. കുഞ്ഞുങ്ങളുടെ കാര്യം അതുപോലെ തന്നെയാണ്. ഓക്കെ, നമ്മൾ ഈ ടേബിളായിരുന്നോ പറഞ്ഞുകൊണ്ടിരുന്നേ? അതെ മിസ്. ഓക്കെ, ഇടം വരെ റീഡ് ചെയ്തു, അതിന്റെ അടുത്ത ഭാഗം റീഡ് ചെയ്തോളൂ. ടേബിളിന് താഴെയുള്ളതാണോ നമ്മൾ ഇനി റീഡ് ചെയ്യേണ്ടത്? അതൊരു കമ്പാരിസൺ ടേബിൾ ആയിരുന്നു. പ്രീ സ്കൂൾ കുട്ടികളുടെ ഹൈറ്റും വെയിറ്റും, ആ ഒരു ആവറേജ് ആയിട്ടുള്ള ഹൈറ്റ്, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഹൈറ്റ് ആൻഡ് വെയിറ്റ്, അത് നമ്മൾ ബോയ്സിന്റെയും ഗേൾസിന്റെയും നമ്മൾ സെപ്പറേറ്റ് നിങ്ങൾ നോട്ട് ചെയ്തെന്ന് വിചാരിക്കണം. നമുക്ക് അങ്ങനെ രീതിയിൽ അത് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ അങ്ങനെ എഴുതി വെച്ചതാണ്. ഏജ്, വെയിറ്റ്,
height, then of എന്താ പറയാ, ഇത് രണ്ടും വെയിറ്റ്, ബോയ്സ് ഗേൾസ്, ഇത് രണ്ടും ഹൈറ്റ് ബോയ്സ് ഗേൾസ് എന്നുള്ള രീതിയിൽ നമ്മളത് നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നെക്സ്റ്റ് പോർഷൻ തുടങ്ങി വായിക്കാൻ പറ്റുന്നത് ആരാ വായിക്കുക? ഞാൻ വായിക്കാം മിസ്. Yes, please. എവിടെ വരെ വായിക്കാം കൂടെ ഞാൻ പറയാട്ടോ. ഇവിടെ വരെ കോർഡിനേഷൻ വരെ. Okay, miss. The gain in height and weight differs from child to child. The size of the brain also increases steadily in the preschool years. By the time a child is 6 years old, the weight of its brain is 90% of that of the brain of an adult. Muscles also become thicker and stronger. By 4 years of age, children acquire toilet and control at night. Parents can use activities like playing with blocks, puzzles, sorting buttons or beads, cutting along a straight line using blunt scissors, paper tearing, coloring, and paper folding to enhance the fine motor coordination of young children. Young children practice fine motor control through activities like cutting, threading beads, and sorting. Parents need to provide children with toys which further enhance their fine motor coordination. ഓക്കെ, നമ്മൾ ടേബിള് കണ്ടു. ഓരോ കുട്ടിയിലും ഇത് ഡിഫറൻസ് ആയിരിക്കും. ഇപ്പൊ നമ്മൾക്ക് തന്നെ നമ്മളിപ്പോ ഒരു KG സെഷനിലെ ക്ലാസ്സിൽ പോകുമ്പോൾ ചില കുട്ടികൾ നല്ല ബബ്ലി ആയിട്ട് നമുക്ക് തോന്നും, ചിലർ ഭയങ്കര തിന്നായിട്ട് നമുക്ക് തോന്നും. സോ ഇറ്റ്സ് വെയിറ്റ് ഡിഫേഴ്സ് ഫ്രം. ഇതിൽ തന്നെ പ്രിമച്വർ ബേബീസ് ഉണ്ടായിരിക്കും, അവരുടെ ആ ഒരു സൈസിലും ഒരു വ്യത്യാസങ്ങളൊക്കെ കാണാം. ചൈൽഡ് ടു ചൈൽഡ് ഡിഫറെന്റ് ആണ്. അതാണ് നമ്മൾ പറഞ്ഞത്, ഫിസിക്കൽ ഡെവലപ്മെന്റിന് ഫിസിയോളജിക്കൽ നീഡ്സ് മാത്രം പോരാ, സോഷ്യോ ഇമോഷണൽ നീഡ്സും വേണം. ഭയങ്കര ഹാപ്പി ആകുമ്പോൾ നമ്മളുടെ മുഖത്ത് തന്നെ ഒരു പ്രകാശം ഉണ്ടാവും അല്ലെ. പക്ഷെ നമ്മൾ ഭയങ്കര ഡള്ളാണെങ്കിൽ നമ്മുടെ ഫേസിൽ തന്നെ ആ ഒരു വ്യത്യാസം കാണാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ മാൽന്യൂട്രീഷൻ, ഒത്തിരി പുവർ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നൊക്കെ ആകുമ്പോൾ ഇവർക്ക് ശരിയായ രീതിയിൽ ന്യൂട്രീഷ്യൻസ് കിട്ടുന്നില്ല. ഹൈജീൻ ഇഷ്യൂ ആണെങ്കിലും ഇവര് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചാൽ പോലും അസുഖങ്ങൾ വന്ന് അവർ വീക്ക് ആവാൻ ചാൻസ് ഉണ്ട്. സോ കുട്ടികളുടെ വെയിറ്റ് ആൻഡ് ഹൈറ്റ് ഡിഫേഴ്സ് ഫ്രം ചൈൽഡ് ടു ചൈൽഡ്. സൈസ് ഓഫ് ദ ബ്രെയിൻ അത് ഇതിങ്ങനെ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അതൊരു സ്റ്റഡി ആയിട്ടുള്ള ഇൻക്രീസ് ആയിരിക്കും. 6 years ആകുമ്പോഴേക്കും ഒരു അഡൽട്ടിന്റെ ബ്രെയിൻ സൈസിന്റെ ഒരു 90% എത്തും എന്നാണ് പറയുന്നത്. മീൻസ് അവിടെ ഒരു അവരുടെ ബുദ്ധിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആ ഒരു ടൈമിലൊക്കെ ഭയങ്കര ഫാസ്റ്റ് ആയിട്ട് കൂടുന്ന ഒരു ടൈമാണ്. ബ്രെയിൻ ഡെവലപ്മെന്റ് നല്ലപോലെ കൂടുന്ന ഒരു ടൈമാണ്. പിന്നെ മസിൽസ് എല്ലാം ഫോം ചെയ്യും, അത് തിക്കർ സ്ട്രോങ്ങർ ആകും. 4 years of age ആകുമ്പോഴേക്കും ഇവർക്ക് ആ ഒരു പവൽ മൂവ്മെന്റ്സിന്റെ കൺട്രോളും ടോയ്ലറ്റ് ട്രെയിനിങ്ങും എല്ലാം കറക്റ്റ് ആവും. 4 years ആകുമ്പോൾ നൈറ്റില് പെട്ട് നനയ്ക്കുന്ന ആ ഒരു ശീലമൊക്കെ മാറും. ഓക്കെ, ഇത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് പല ഗെയിംസ് നമുക്ക് അവരെ കൊണ്ട് പ്രാക്ടീസ് ചെയ്യിക്കാം. പിന്നെ ബ്ലണ്ട് സിസേഴ്സ് എന്ന് പറയുന്നത് ഷാർപ്പ് അല്ലാത്ത സിസേഴ്സ്, കാരണം ഷാർപ്പ് ആകുമ്പോൾ അവരെ ഹാം ചെയ്താലോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ പറയുന്നത്. പേപ്പർ കട്ട് ചെയ്യാൻ പഠിപ്പിക്കാം, ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തിട്ട് ആ ലൈനിലൂടെ കട്ട് ചെയ്യാനായിട്ട് നമുക്ക് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യിക്കാം. പേപ്പർ ടിയറിങ്, പേപ്പർ കീറാനായിട്ട്, അത് കളറിങ്, കൊളാഷ് ചെയ്യിക്കാൻ പഠിപ്പിക്കാം. പേപ്പർ ഫോൾഡ് ചെയ്യാൻ, കുറച്ചുകൂടെ കേസ് ആകുമ്പോൾ പേപ്പർ ബാഗ്സ് ഉണ്ടാക്കാൻ, തൊപ്പി ഉണ്ടാക്കുമല്ലോ പേപ്പർ കൊണ്ട്, അങ്ങനത്തെ കാര്യങ്ങൾ കുറെ കാര്യങ്ങൾ നമുക്ക് ചെയ്യിക്കാനായിട്ട് പറ്റും. ഇവരുടെ ഇത് ചെയ്യുമ്പോൾ ഇവരുടെ ഹാൻഡ്സ് ആണല്ലോ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത്. മറിയാം മോണ്ടിസോറി പറയുന്ന ഒരു കുട്ടിയുടെ ഏറ്റവും നല്ലൊരു ടൂൾ എന്ന് പറയുന്നത് അവന്റെ ഹാൻഡ് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഈ ചെറിയ ഫിംഗേഴ്സിൽ ചെറിയ മസിൽസ് ഡെവലപ്പ് ചെയ്യുന്നു, ഫൈൻ മോട്ടോ സ്കിൽ ഡെവലപ്പ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇവന്തോ ടോയ്സ് കൊടുത്താൽ പോലും എങ്ങനെയുള്ള ടോയ്സ് കൊടുക്കണം, അതായത് ഇവരുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ടോയ്സ് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. അത് നമുക്കറിയാം, ഇപ്പൊ ചില ടോയ്സിലൊക്കെ ഇങ്ങനെ ഏത് ഏജിനുള്ളതാണെന്നൊക്കെ എഴുതി വെക്കൂലേ, അതാണ് ഓരോ ഏജിനും ആപ്റ്റ് ആയിട്ടുള്ള ടോയ് ഏതാണെന്നുള്ളത്. നമ്മൾ ഏറ്റവും വില കൂടിയത് വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതല്ല, ഓരോ പ്രായത്തിനും കുട്ടിക്ക് പറ്റുന്ന ടോയ് ഏതാണെന്നുള്ള രീതിയിൽ ചില ഷോപ്പിലൊക്കെ എഴുതി വെച്ചിട്ട് ഏജ് 4+, 3+, ആ രീതിയിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന കാണും.
ഇനി ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ്, എന്തെല്ലാം ഫാക്ടേഴ്സ് ആണ് ഫിസിക്കൽ ഡെവലപ്മെന്റ്? ഇതിപ്പോ അത് നോക്കാതെ തന്നെ നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റുമോ? നമ്മളിപ്പോ ഓൾറെഡി പറഞ്ഞു അല്ലെ, അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിന് വേണ്ടുന്ന കുറച്ച് ഏരിയയിലെ കാര്യങ്ങൾ പറഞ്ഞു. ഈ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് മീഡിയത്തിലെ കാര്യം അവിടെ നിൽക്കട്ടെ. നമ്മൾക്ക് എന്താണ് ഫീൽ ചെയ്തിട്ടുള്ളത്? നമ്മൾ കുട്ടികളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുട്ടികൾ വളർന്നു വരുന്നത് നിങ്ങൾക്ക് എന്ത് തോന്നിയിട്ടുണ്ട്? അവർ ഫിസിക്കലി ഡെവലപ്പ് ചെയ്യുന്നെങ്കിൽ അതിനെ എന്തൊക്കെ ഫാക്ടേഴ്സ് ആണ് അവർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്? മെയിൻലി ഫുഡ് തന്നെയല്ലേ മിസ്? ഓക്കെ, എക്സസൈസ്, നല്ല ഹാപ്പി എൻവയോൺമെന്റിലായിരിക്കണം കുട്ടികൾ വളരേണ്ടത്. അതെ. പിന്നെ നമ്മളുടെ കുഞ്ഞുങ്ങളോട് നമ്മളും അതുപോലെ തന്നെ അവരുടെ ഗ്രാൻഡ് പാരന്റ്സ് ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നീ ഇപ്പൊ കഴിക്കുന്നതാണ് നിന്റെ ആരോഗ്യം. ഞങ്ങളൊക്കെ വയസ്സുകാലത്ത് പയറ് പോലെ നടത്തുന്നതിന് കാരണം ഞങ്ങൾ ചെറുപ്പത്തിൽ ഭക്ഷണം കഴിച്ചതിന്റെ എന്നൊക്കെ പറയില്ലേ, കേട്ടിട്ടുണ്ടോ? ഉണ്ട് മിസ്. പിന്നെ പ്രഗ്നൻസി സമയത്ത്, ഡ്യൂറിങ് പ്രഗ്നൻസി അമ്മയുടെ ഹെൽത്ത് കുട്ടിയുടെ വളർച്ചയെ അതായത് ബാധിക്കുന്ന ഫാക്ടറാണ്. യെസ് മിസ്. തീർച്ചയായിട്ടും. അമ്മയുടെ ശാരീരികവും മാനസികവും ലൈഫ് ബോത്ത് ഫിസിക്കൽ ആൻഡ് മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഡ്യൂറിങ് പ്രഗ്നൻസി ടൈം. അത് ജനിക്കുന്ന കുട്ടിയുടെ ഹെൽത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ തന്നെയാണ്. ഇനി ഇവൻ ഇതും പറയുന്നുണ്ട്, കൺസെപ്ഷൻ ആ ഒരു ടൈമില് ഒരു മെയിലും ഫീമെയിലും അവരുടെ സ്നേഹത്തിന്റെ പ്രതീകമായിട്ടൊരു എംബ്രിയോ വോംബില് ഫോം ചെയ്യുന്ന ടൈമില് ആ ഒരു എൻവിയോൺമെന്റ് അത് ഭയങ്കര ഹാപ്പി ഒരു ഇതാണെങ്കിൽ അതും അഫക്ട് ചെയ്യുന്നതാണ് പറയുന്നത്. അതിൽ ചില ആളുകൾ ഭയങ്കര പ്ലാൻഡ് ആയിട്ട് കുഞ്ഞിന് വേണ്ടിയിട്ട്, അതേസമയം ഫോഴ്സ്ഫുള്ളി ആ ഒരു രീതിയിൽ ഒരു പെൺകുട്ടി പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്ട്, അത് ബർത്ത് ആവുകയാണെങ്കിൽ ആ കുഞ്ഞ് ജനിക്കുവാണെങ്കിൽ കുഞ്ഞിന്റെ ആരോഗ്യത്തെ ബാധിക്കും എന്ന് തന്നെയാണ് പറയുന്നത് സ്റ്റഡീസ്. തീർച്ചയായിട്ടും ആയിരിക്കും. പിന്നെ ഡെലിവറി ടൈമില് ആ ഒരു ടൈമില് കിട്ടുന്ന കെയർ അല്ലെ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ബേബി ജനിച്ച ഉടനെ തന്നെ അമ്മയുടെ പാല് ശരിയായ അളവിൽ കിട്ടുന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടന്റ്. അതും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. നിങ്ങൾ പറഞ്ഞു ജീവിക്കുന്ന സാഹചര്യം, ഹാപ്പി ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റിന്, അത് ആ എൻവയോൺമെന്റ് വീട്ടിലും ഉണ്ടാവണം, കുട്ടി അല്ലാതെ ഇടപെടുന്ന സ്ഥലങ്ങളിലെല്ലാം ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് കൊടുത്തിരിക്കുന്ന അപ്പൊ പലതും ഉണ്ട്, നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന പല കാര്യങ്ങളുണ്ട്. ഇവിടെ നമ്മൾ ഈ പറഞ്ഞതിൽ പല ഏരിയയിലൂടെ കൂടെ കടന്നു പോയിട്ടുണ്ട് കേട്ടോ. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഫിസിക്കൽ ഡെവലപ്മെന്റ്. ഓക്കെ, ആരാ വായിക്കാം? ഞാൻ വായിക്കാം മിസ്. Factors influencing physical development. The physical development of an individual is found to be influenced by both hereditary and environmental factors. Some of the important factors that affect physical growth and development are: first one, the traits and characteristics inherited at the time of conception. Second, the physical as well as mental health of the mother during time of pregnancy. C, nutrition received by the embryo within the womb of mother. D, conditions and care at the time of delivery. E, nutrition received by the child after birth. F, presence or absence of physical defects, illness, and diseases. G, the living conditions are physical, social, and culture. H, the opportunities of recreation, self-expression, play, exercise, rest, and sleep. നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു അല്ലെ. നമുക്ക് അറിയാവുന്നതും എല്ലാം ഇതിനകത്ത് നമ്മൾക്ക് അറിയില്ലാത്ത ഒരു കണക്ട് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമില്ല, എല്ലാം ഉണ്ട്. ഇവൻ കുട്ടിയുടെ ഒരു ആക്ടിവിറ്റീസ്, പ്ലേ, ഇപ്പം കളിക്കാൻ പുറത്ത് വിടുന്നില്ല,
കുറേ ഇരുന്ന് കെഞ്ചി കരയൂലേ കുഞ്ഞുങ്ങള്, എന്നെ ഒന്ന് കളിക്കാൻ വിടൂ കാരണം അവർക്കത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അവരുടെ വളർച്ചയ്ക്കും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഫ്ലാറ്റുകളിലൊക്കെ ഇപ്പൊ അങ്ങനെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് പ്ലേ ഏരിയ സെപ്പറേറ്റ് ഉണ്ടാകും. ഒരു ലോൺ പോലെയും അവർക്ക് കളിക്കാൻ നല്ല സൗകര്യത്തില് നല്ല ക്ലീൻ ആക്കിയിട്ടുള്ള ഏരിയകൾ ഉണ്ടാവും. ഏതൊരു കമ്മ്യൂണിറ്റി ആണെങ്കിലും ഒരു റെസിഡൻസ് അസോസിയേഷൻ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കുറെ ഇമ്പോർട്ടൻസ് ഇപ്പൊ ആളുകൾ കൊടുക്കുന്നുണ്ട്, ആളുകൾക്കറിയാം. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം വരുന്നുണ്ട്. കുട്ടി ജനിക്കുന്നതിന് മുമ്പ് അമ്മയുടെ മുമ്പിലായിരിക്കുന്ന സമയം തുടങ്ങി അമ്മയ്ക്കുള്ള കെയർ എല്ലാം അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇനി മോട്ടോർ ഡെവലപ്മെന്റിന്റെ ചില പ്രിൻസിപ്പിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. കുട്ടികളുടെ മോട്ടോർ ഡെവലപ്മെന്റ്, അവരുടെ ശരീരത്തിലെ പല മസിൽസും ഡെവലപ്പ് ചെയ്യുന്നത് എന്താ പറയുക, കാലുകൾ, കൈകൾ, അതുപോലെ തല, അങ്ങനെ എന്തുമായിട്ടും എന്തിന്റെയും ഡെവലപ്മെന്റിന്റെ ചില പ്രിൻസിപ്പിൾസ് ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഓക്കെ, ഫസ്റ്റ് വൺ ആരാ പറയാ? പ്രിൻസിപ്പിൾസ് ഓഫ് മോട്ടോർ ഡെവലപ്മെന്റ് ഫസ്റ്റ് വൺ, മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്. ഞാനൊന്ന് സ്ക്രോൾ ചെയ്ത് നോക്കിയാട്ടോ. ഓക്കെ, ഫസ്റ്റ് വൺ ആറെണ്ണം ഉണ്ടോ നമുക്ക്? യെസ്, ഫസ്റ്റ് വൺ വായിക്കും. Mass to specific trend. At the early stages, the child's motor activity is identified by mass reaction, which little by little becomes adaptive and more specific it drops. ഈ ചെറിയ പ്രായത്തില് നമ്മൾക്ക് കാണാം, ആദ്യത്തെ ആ ഒരു ദിവസങ്ങളിലൊന്നുമല്ല, ആ സമയം കൂടുതൽ അനക്കങ്ങളൊന്നുമില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ കൈ സ്കാൻ ചെയ്യുമ്പോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, സ്കാനിങ്ങിലൊക്കെ തന്നെ കാണാം ചില സമയത്ത് യാൺ ചെയ്യുന്നത്, കോട്ടുവ പോലെ വരുന്നത്, കൈയും കാലും ഒക്കെ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്യുന്നത് ഒക്കെ നമുക്ക് സ്കാനിങ്ങിൽ ഇങ്ങനെ ഒരു ഇപ്പം 3D സ്കാനിങ്ങും 4D ഡോപ്ലറും അങ്ങനെ കുറെ ടെക്നോളജി ഉണ്ടല്ലോ. അതിന് നമുക്ക് ശരിക്കും കുഞ്ഞിന്റെ രൂപവും ഒക്കെ നല്ലപോലെ മനസ്സിലാവുകയും ചെയ്യും. ഇങ്ങനെ ഞാൻ മോന്റെ ഇതിന് സ്കാനിങ്ങിന് പോയപ്പോ കണ്ടതാ, കോട്ടുവായിടും, കൈയും കാലം ഇങ്ങനെ കോട്ടുവായിടുമ്പോ ഫുൾ ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യില്ലേ, അതുപോലെ അതൊക്കെ ഇങ്ങനെ നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമായിരുന്നു. മാസ് ടു സ്പെസിഫിക് ട്രെൻഡ്, ആ ഒരു ഏർലി സ്റ്റേജസിൽ കുട്ടിയുടെ മോട്ടോർ ആക്ടിവിറ്റി നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. കാരണം ആ സമയത്ത് നടക്കാനോ അങ്ങനെയൊന്നും ആയിട്ടില്ല. ആ ഒരു ടൈമില് കുറേ ആക്ഷൻസ് ബോഡിയിൽ വരും, കുറേ മാസ് ആക്ഷൻസ് ലിറ്റിൽ ബൈ ആയിട്ട്. അതായത് കൈ ഇങ്ങനെ ചുരുട്ടിയിട്ട് അങ്ങനെ ഓരോന്ന് കാണിക്കുന്നത്, ഫേഷ്യൽ എക്സ്പ്രഷൻസ്, കഴുത്ത് ഒരു ഭാഗത്തേക്ക് ആക്കണത്, ബോഡി മുഴുവനും ഉരുട്ടുരുട്ട് അങ്ങനെ മൂവ് ചെയ്യിക്കുന്നത്, അങ്ങനെ കുറെ മാസ് ആക്ഷൻസ് വരും. അത് ജനിച്ച് ഫസ്റ്റ് ഡേ എന്നല്ല, അത് ജനിച്ച് ഓരോ ദിവസം കഴിയുമ്പോഴും ഓരോ രീതിയിലുള്ള ആക്ഷൻസ് നമുക്ക് കാണാനായിട്ട് വരും. അങ്ങനെ ഒരു വലുതാകും തോറും ഇത് ഭയങ്കര സ്പെസിഫിക് ആയിട്ട് മാറും. ഒരു വയസ്സാവാറാകുമ്പോഴേക്കും പിന്നെ കറക്റ്റ് ബാലൻസ് ചെയ്ത് നടക്കാനൊക്കെയുള്ള ഒരു രീതിയിലാകും. അതിനു മുമ്പ് നമുക്കറിയാം, കമഴ്ന്ന് വീഴുന്നു, എഴയുന്നു, ഇരിക്കുമ്പോ തന്നെ കുറെ നേരം ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുമല്ലേ. അപ്പൊ നമ്മള് ബാക്കിൽ ഇങ്ങനെ പില്ലോ ഒക്കെ വെച്ചു കൊടുക്കും. ഇതൊക്കെ ഓരോരോ അവരിലുണ്ടാകുന്ന മാറ്റങ്ങളാണ്. പിന്നെ അത് ബാലൻസ് ആവും, ഇരിക്കുന്നത് ബാലൻസ് ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് അവര് എന്താ പറയാ, മുട്ടുകുത്തി പോകും, പിന്നെ പിടിച്ച് നിൽക്കും, പിന്നെ നടക്കാൻ നോക്കും, സ്റ്റെപ്പ് വരാൻ നോക്കും. അങ്ങനെ ഓരോ മാസ് ആക്ഷൻസും നടക്കുന്നുണ്ട് അവര് വലുതാവുന്നതോട്. ഓക്കെ, നെക്സ്റ്റ് വൺ, ലാർജ് ടു സ്മോൾ ട്രെൻഡ്. കുറേ ആക്ഷൻസ് ചെയ്ത സ്പെസിഫിക് ആയിട്ടുള്ള അവരുടെ ആക്ടിവിറ്റിയിലേക്ക് അല്ലെ, കമഴാൻ വേണ്ടി എത്രയോ ശ്രമിക്കും. അതാണ് മാസ് ആക്ഷൻ ടു സ്പെസിഫിക് വൺ ഉദ്ദേശിക്കുന്നത്. കുറേ ശ്രമിക്കും, തിരിഞ്ഞു വരും, കുറേ ശ്രമിക്കും, മുഴുവനായിട്ട് കമഴാൻ പറ്റില്ല. പിന്നെ കമഴും, മൂക്ക് പോയിരിക്കും, പിന്നെ തല പൊക്കാനായിട്ട് പിന്നെ നോക്കും. അങ്ങനെ കമഴുന്നത് കറക്റ്റ് ആവണതിന് മുമ്പ് എന്തോരം ട്രൈ നടക്കും, പലവട്ടം ട്രൈ നടക്കുമല്ലോ. അതാണ് മാസ് എന്ന് ഉദ്ദേശിക്കുന്നത്. അത് സ്പെസിഫിക് ആവും, അത് കറക്റ്റ് ആവുന്ന ഒരു സമയം ഉണ്ടാകും. അത് നടക്കുന്നതിലും ഇരിക്കുന്നതിലും എഴയുന്നതിലും പിടിച്ചു നിൽക്കുന്നതിലും ഒക്കെ സെയിം തന്നെ. കുറേ റിപ്പീറ്റ് ചെയ്ത് ട്രൈ ചെയ്യുമ്പോഴാണ് അവരതിന്റെ സ്പെസിഫിക് ആയിട്ട് അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ലാർജ് ടു സ്മോൾ ട്രെൻഡ്.
large to small trend. In motor activities, control and coordination of large fundamental muscles comes off before that of the smaller muscles. ഓക്കെ, ലാർജ് ടു സ്മോൾ ട്രെൻഡ് മോട്ടോർ ആക്ടിവിറ്റീസിൽ നമുക്ക് കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ഓഫ് ലാർജ് ഫണ്ടമെന്റൽ മസിൽസ് കംസ് ഓഫ് ബിഫോർ ദാറ്റ് ഓഫ് ദി സ്മോളർ മസിൽസ്. അതായത് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഒരു ഏജ് ആകുമ്പോഴേക്കും യൂറിൻ ബവൽ മൂവ്മെന്റ്, യൂറിൻ പാസ് ചെയ്യുന്നത്, അങ്ങനെ ആദ്യമൊന്നും അവർക്ക് ആ ഒരു കൺട്രോൾ കിട്ടുന്നില്ലല്ലേ, അതങ്ങ് ഇതായിട്ട് അങ്ങനെ തന്നെ പോകും. അപ്പൊ അങ്ങനെ അതിന്റെ കോർഡിനേഷൻ ലാർജ് ഫണ്ടമെന്റൽ മസിൽസ് ആണ് വരുന്നത് ബിഫോർ ദാറ്റ് ഓഫ് സ്മോളർ മസിൽസ്. പേന, ഇതൊക്കെ സ്മോൾ മസിൽസാ ഫിംഗേഴ്സിലെ. അവർക്കൊരു കാര്യം ഹോൾഡ് ചെയ്യാനുള്ളത് അതൊക്കെ പിന്നീടാണ് വരുന്നത്. സ്മോൾ മസിൽസിന്റെ പിന്നീടാണ് വരുന്നത്, പക്ഷെ ലാർജ് ഫസ്റ്റ് വരും. ഓക്കെ, ആദ്യം ബവൽ മൂവ്മെന്റ്സ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നു. ചില കുട്ടികൾക്ക് 1 year 2 year ഒക്കെ ആകുമ്പോ തന്നെ അവരുടെ മോഷൻ, യൂറിൻ, അതിന്റെയൊക്കെ ഒരു കൺട്രോൾ കിട്ടും. ഓക്കെ, ഇത് പക്ഷെ എഴുതാനും ഒക്കെ ആയിട്ട് എന്തെങ്കിലും പെൻസിൽ കുറെ സമയം ഹോൾഡ് ചെയ്ത് പിടിക്കുന്നത്, അത് ഗ്രാബ് ചെയ്യാൻ പറ്റുന്നത്, അതൊക്കെ പിന്നീട് ഉണ്ടാകുന്നതാണ്. അത് സ്മോൾ മസിൽസ് ആണ്. അപ്പോ ലാർജ് മസിൽസിന്റെ, അതായത് ഫണ്ടമെന്റൽ അങ്ങനെയുള്ള മസിൽസ് ആദ്യം ആയിട്ട് വരുന്നു, പിന്നീടുള്ളത് പിന്നീടാണ് വരുന്നത്. സ്മോളർ മസിൽസ് അതിനുശേഷമാണ് വരുന്നത്. എക്സാമ്പിൾ ആണ് നമ്മൾ പെൻ ഹോൾഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ ടോയ്സ് പിടിക്കുന്നത് ഒക്കെ, അത് പിന്നീടാണ്. ആദ്യമൊന്നും അവർക്ക് അത് ഗ്രാബ് ചെയ്യാൻ പറ്റില്ല, അവരുടെ കയ്യിൽ ഇങ്ങനെ വീണ് 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 പോകും അല്ലേ. ഓക്കെ, നെക്സ്റ്റ് സെഫാലോ കോഡൽ ട്രെൻഡ്. അടുത്തത് സെഫാലോ മീൻസ് ഹെഡ്, കോഡൽ മീൻസ് ടെയിൽ. ഇത് ഹെഡ് ടെയിൽ ട്രെൻഡ്. ബ്രാക്കറ്റ് വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളൂ. സെഫാലോ ഹെഡ്, കോഡൽ ടെയിൽ. വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മനസ്സിലൊരു കുഞ്ഞു കുട്ടിയെ കൊണ്ടുവരുമ്പോഴേക്കും കണക്ട് ചെയ്യാനായിട്ട് പറ്റും, റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ആരാ അത് വായിക്കാൻ റെഡി ആയിട്ടുണ്ട്? വായിക്കാം മിസ്. Motor control and coordination develop first in the head region and then proceed down to the foot in the direction of the longitudinal axis. ഓക്കെ, ഇത് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? തലയല്ലേ ആദ്യം ഉറയ്ക്കുന്നേ കുഞ്ഞുങ്ങളുടെ? ആ ഒരു കൺട്രോൾ വരുന്നത് നമ്മൾ ആദ്യം സപ്പോർട്ടൊക്കെ കൊടുക്കും. ഇങ്ങനെ കുഞ്ഞിനെ എടുക്കുമ്പോഴും തോളത്തിടുമ്പോഴും ഒക്കെ നമ്മൾ നല്ലതുപോലെ സപ്പോർട്ട് കൊടുക്കും. കുറച്ച് കഴിയുമ്പോഴേക്കും അവരുടെ തല അത് ഇതാകും. അല്ലെങ്കിൽ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും അല്ലെ, ഇങ്ങനെ ഇരുത്തുമ്പോ പോലും ഇങ്ങനെ അങ്ങനെ അങ്ങനെ ആടിക്കൊണ്ടിരിക്കും. പക്ഷെ പിന്നെ അത് അങ്ങോട്ട് ഫിക്സ് ആവാനായിട്ട് തുടങ്ങും. ഓക്കെ, അത് ഫിക്സ് ആകും. പിന്നെ സെഫാലോ ടു കോഡിയൽ, അതായത് ഹെഡ് ടു ടെയിൽ എന്ന് പറയുമ്പോൾ ഈ നടക്കാൻ അതിന് ശേഷമല്ലേ നടപ്പൊക്കെ ശരിയാവുന്നത്, 1 year ആ ഒരു ടൈം ഒക്കെ ആകുമ്പോൾ. അത് ഇങ്ങനെ ലോങ്ങിറ്റ്യൂഡിനൽ ആക്സിസ്, ഇങ്ങനെ ഒരു ആക്സിസ് നമ്മൾ കൊടുക്കുവാണെങ്കിൽ ഫസ്റ്റ് ഹെഡിന്റെ കൺട്രോൾ ആ വരുന്നത്, ദെൻ ബാക്കിയുള്ളത് ബവൽ മൂവ്മെന്റ്സിന്റെ കൺട്രോള്, നടക്കുന്നത് എല്ലാം പിന്നീട്. സോ അതാണ് ഹെഡ് ടെയിൽ ട്രെൻഡ് എന്ന് പറയുന്നത്. സെഫാലോ കോഡിയൽ ട്രെൻഡ് എന്ന് പറയുന്നത് അതാണ്. ഓക്കെ ഓക്കെ, ദെൻ അത് ക്ലിയർ ആയോ? കുഞ്ഞുങ്ങളുടെ മോട്ടോർ കൺട്രോൾ, അവരുടെ ഓരോ ബോഡിയുടെ പോർഷന്റെ കൺട്രോൾ എങ്ങനെയാണ് വരുന്നത്, അത് റിലേറ്റ് ചെയ്താണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. ഇതൊക്കെ ഈ മെഡിക്കൽ ടേമുമായിട്ട് കണക്ട് ചെയ്തത് കൊണ്ടാണ് അങ്ങനത്തെ വാക്കുകൾ പറയുന്നത്. പ്രോക്സിമ മീൻസ് നിയർ, ഡിസ്റ്റൽ മീൻസ് ഫാർ. ഫാർ, FAR, ഫാർ, അടുത്തും അകലെ, നിയർ ആൻഡ് ഫാർ എന്നുള്ള മീനിങ്. ആരാ റീഡ് ചെയ്യാൻ റെഡി ആയിട്ടുള്ളത്? വായിക്കാം മിസ്. Proximo-distal trend. Motor control and coordination begins from the central line of the body axis to the outer parts more far away from it. Okay, so ബോഡിയുടെ മോട്ടോർ കൺട്രോളും കോർഡിനേഷനും ബിഗിൻസ് ഫ്രം ദ, നമ്മളിപ്പോ ബോഡിയെ ഒരു
ഇങ്ങനെ ആക്സിസ് പോലെ നമ്മൾ XY ആക്സിസ് വരയ്ക്കില്ലേ, അതുപോലെ നമ്മളൊരു സെന്റർ ലൈൻ പോലെ വരയ്ക്കുവാണെങ്കിൽ, ബോഡിക്ക് ഒരു ആക്സിസ് അങ്ങനെ ഫോം ചെയ്യുവാണെങ്കിൽ, ഔട്ടർ പാർട്സും ഉണ്ട് ബോഡിക്ക്, അതുപോലെ സെന്റർ പാർട്സും ഉണ്ട്. മോട്ടോർ കൺട്രോളും കോർഡിനേഷനും സെന്റർ ലൈനിൽ നിന്ന്, ബോഡിയുടെ സെന്റർ ലൈനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, ഔട്ടർ പാർട്സിൽ പിന്നീടാണെന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, ആദ്യം നിയർ ആയിട്ടുള്ള ബോഡി പാർട്സിന് ഒരു മോട്ടോർ കൺട്രോളും കോർഡിനേഷനും വരുന്നു, പിന്നെ ബാക്കിയുള്ളത് അതിനുശേഷം. കൈ, കാല് അതൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് കുറച്ച് മാറിയിട്ടല്ലേ, ഫാർ അവേ എന്നുള്ള രീതിയിലല്ലേ. അപ്പൊ ആ ഔട്ടർ പാർട്സ് എല്ലാം പിന്നീടാണ് സ്ട്രോങ് ആവുന്നതും അതിന്റെ ആക്ഷൻസ് വരുന്നതും. ആദ്യം ബോഡിയുടെ ആയിട്ട് നിയർ ആയിട്ടുള്ള പാർട്സ് ആദ്യം വരുന്നു. ബോഡീനെ ഇങ്ങനെ ഒരു ആക്സിസ് ആയിട്ട് നമ്മൾ ലൈൻ വരയ്ക്കുവാണെങ്കിൽ, സെന്റർ ലൈൻ വരയ്ക്കുവാണെങ്കിൽ, സെന്റർ ലൈൻ ഓഫ് ദ ബോഡി, ഔട്ടർ പാർട്സ് ഫാർ അവേ, ആ ഒരു രീതിയിൽ വരും. ഓക്കെ, പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ്. അപ്പൊ നമ്മൾ ഇത്രയും പറഞ്ഞത് 6 ഉണ്ട്, ഇത്രയും പറഞ്ഞ് നമ്മൾ ഒന്നുകൂടെ പറയാം, കാരണം ഇതിന്റെ വേർഡ്സ് ഒക്കെ ഇച്ചിരി നിങ്ങൾക്കൊന്ന് കൺഫ്യൂഷൻ ആവും. മാസ് ടു സ്പെസിഫിക് ആണ് ആദ്യം പറഞ്ഞത്. ഏർലി സ്റ്റേജസിൽ കുഞ്ഞെന്ന് പറഞ്ഞ കുറെ ആക്ഷൻസ് കാണിക്കും, കുറെ ആക്ഷൻസ് കാണിച്ചാണ് ഒന്ന് അത് അച്ചീവ് ചെയ്യുന്നത്, അല്ലെ? കുറെ നേരം ട്രൈ ചെയ്താണ് കമഴ്ന്ന് വീഴുന്നത്, അത് അച്ചീവ് ചെയ്തത്. അപ്പൊ ഹാപ്പി ആയി. പിന്നെ കുറെ ട്രൈ ചെയ്ത് കഴിയുമ്പോഴാണ് ഒന്ന് ഇരിക്കാനായിട്ട് പറ്റുന്നത്. ഇരിക്കും വീണു, പിന്നെ അങ്ങനെ ബാലൻസ് ചെയ്തിരിക്കും. പിന്നെ മുട്ടുകുത്തി കഴിയുന്നു, പിന്നെ പിടിച്ചു നിൽക്കുന്നു, നടക്കുന്നു, ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു, വീഴുന്നു, ഒരു സ്റ്റെപ്പ് വയ്ക്കുന്നു, വീഴും, പിന്നെ അങ്ങ് വീഴാതെ ഭയങ്കര സ്പീഡിൽ നടന്നു പോകുന്നു. സോ മാസ് ആക്ഷൻസ് ചെയ്ത് കഴിയുമ്പോഴാണ് കുട്ടി സ്പെസിഫിക് ആക്ഷനിലേക്ക് എത്തുന്നത്. അതായിരുന്നു ഫസ്റ്റ് വൺ. നെക്സ്റ്റ്, ലാർജ് ടു സ്മോൾ ട്രെൻഡ്. കുട്ടികളുടെ ലാർജ് മസിൽസ് ആണ് ആദ്യം ഡെവലപ്പ് ആകുന്നത്, സ്മോൾ മസിൽസിന്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കറിയാം ഫൈൻ മോട്ടോർ സ്കിൽസ്. കുട്ടിക്ക് ഒരു സാധനം എടുത്ത് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കാനായിട്ട് പറ്റണമെങ്കിൽ അത് കുറെ കഴിയണം. അതിനു മുമ്പ് തന്നെ സാധനം എടുക്കാനുള്ള ആ ഒരു മസിൽ സ്ട്രെങ്ത് ആവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇത് പറ്റും. പക്ഷെ അത് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള ചെറിയ മസിൽസിന്റെ കപ്പാസിറ്റി പിന്നീടാണ് ഉണ്ടാകുന്നത്. നെക്സ്റ്റ്, സെഫാലോപോഡിയൽ ട്രെൻഡ്. ഹെഡ് ടെയിൽ. സെഫാലോ മീൻസ് ഹെഡ്, പോഡിയൽ എന്ന് പറയുന്നത് ടെയിലാണ്. മോട്ടോർ കൺട്രോളും അതുപോലെ തന്നെ കോർഡിനേഷനും ഡെവലപ്പ് ചെയ്യുന്നത് ഫസ്റ്റ് ഹെഡ് റീജിയൻ. കൊച്ചിന്റെ തല ഉറച്ചു, അല്ലെ? ഓരോ ഏജ് പറയുമ്പോൾ കുഞ്ഞിപ്പോ എത്രയായി ചോദിക്കുമ്പോ തല ഉറച്ചു, അങ്ങനെ പറയാറില്ലേ? ആളുകൾ അങ്ങനെ പറഞ്ഞു കേട്ടിട്ടില്ലേ? കമിഴ്ന്ന് വീണു, അല്ലെ? അങ്ങനെ ഓരോന്നും വച്ചിട്ട് പറയാറുണ്ട്. സോ മോട്ടോർ കൺട്രോൾ ആൻഡ് കോർഡിനേഷൻ ആദ്യം ഡെവലപ്പ് ചെയ്യുന്നത് ഹെഡ് റീജിയനിലാണ്. പിന്നെ അത് ഫുട്ട് റീജിയനിലേക്ക് പോകുന്നു. അങ്ങനെ ഒരു ലോങ്ങിറ്റ്യൂഡിനൽ ആക്സസ് വരയ്ക്കുവാണെങ്കിൽ കാല നടന്നു വരുന്നത് ഏറ്റവും അവസാനം എന്നുള്ള രീതിയിൽ. നെക്സ്റ്റ്, ഫോർത്ത് വൺ നമ്മൾ പറഞ്ഞത് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് ആയിരുന്നു. പ്രോക്സിമോ എന്ന് പറഞ്ഞാൽ നിയർ, ഡിസ്റ്റൽ ഫാർ. ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ, കുട്ടികളുടെ ബോഡിയിൽ ഒരു സെൻട്രൽ ലൈൻ വരയ്ക്കുവാണെങ്കിൽ അതിനോട് നിയർ ആയിട്ടുള്ളതിന്റെ ആക്ഷൻസ് ആദ്യം നടക്കും. ഔട്ടർ പാർട്സ് ഫാർ അവേ ഫ്രം ആ സെൻട്രൽ ലൈനിൽ നിന്ന് ദൂരെയുള്ളത് പിന്നീട് നടക്കും. ആ ഒരു രീതിയിലുള്ള മോട്ടോർ കൺട്രോൾ ആണ് പ്രോക്സിമോ ഡിസ്റ്റൽ ട്രെൻഡ് എന്ന് പറയുന്നത്. ഈ ഫിഫ്ത് വൺ, ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ. ഓക്കെ, ഫിഫ്ത് വൺ. മാം ഞാൻ വായിക്കാം. ഓക്കെ. Bilateral to unilateral trend. A newborn infant is necessarily a bilaterally symmetrical organism, anatomically, morphologically, and functionally. But as it grows up, preference to one of the directions, that is right or left, occurs, place, and he becomes unilateral. ഓക്കെ, ബൈ എന്ന് പറഞ്ഞാൽ 2 അല്ലെ, യൂണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 അല്ലെ. ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്. കുട്ടികൾക്ക് ഇപ്പോ ഈവൻ ദോ അവര് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ ഡയറക്ഷൻസ് റൈറ്റ് ലെഫ്റ്റ് ആണെങ്കിൽ തന്നെയും ഇപ്പം ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് പോകുന്നു, ഒരു സ്ക്യൂം വേയിൽ അവർ മൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അവർ കുറച്ചുകൂടെ പ്രായമാകുമ്പോഴാണ് അവർക്ക് ഡയറക്ഷൻ ഒന്നായിട്ട് മാറുന്നത്. പലപ്പോഴും അവർ ചെയ്യുന്ന പല ആക്ഷൻസും ഒരു 2 വേയില് ആക്ഷൻസ് ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട്. അത് അവരുടെ ശാരീരികമായിട്ടും
അങ്ങനെ പല രീതിയിലും അവരുടെ ഓരോ ആക്ഷൻസും ചിലപ്പോൾ 2 ഡയറക്ഷനിൽ പോകാറുണ്ട്. പല ആക്ഷൻസും ഇരുന്നു കൊണ്ട് കളിക്കുക എന്ന് വിചാരിച്ചു, അവരൊരു കാര്യം അങ്ങോട്ട് ഓടും, അങ്ങോട്ട് നിരങ്ങി നീങ്ങും, പിന്നെ വേറൊരു ഡയറക്ഷനിലേക്ക് നിരങ്ങി നീങ്ങും. കുറച്ചുകൂടെ കുട്ടി വലുതാവുമ്പോഴേക്കും അത് ഒറ്റ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ ആകും ഓടുന്നത്. അവര് ഒറ്റ ആ ഒരു കൺട്രോൾ അവർക്ക് കിട്ടും. ഒരു പർട്ടിക്കുലർ പ്ലേസ് അല്ലെങ്കിൽ പർട്ടിക്കുലർ ഡയറക്ഷനിലേക്ക് കുട്ടിയുടെ മൂവ്മെന്റ് ആകും. മറ്റേത് 2 വേ എന്നുള്ള രീതിയിൽ ഉള്ള മോട്ടോർ ആക്ഷൻസ് ഉണ്ടാകുന്നുണ്ട്. അത് കുഞ്ഞു കുട്ടികളിൽ എപ്പോഴും ഒരു ബൈലാറ്ററൽ, ഇനീഷ്യലി ഒരു ബൈലാറ്ററിക്കലായിരിക്കും. ചെറിയ കുട്ടികളിൽ അവർ വലുതാകും തോറും അത് യൂണിലാറ്ററൽ വേയിലേക്ക് ആവും. ഒറ്റ ഡയറക്ഷൻ, ഒറ്റ രീതിയിലേക്ക് ആകും. റൈറ്റ് എന്ന് പറഞ്ഞാൽ they will go to right, അല്ലെങ്കിൽ ലെഫ്റ്റ് ആണെങ്കിൽ they will go to right. ആ ഒരു രീതിയിൽ. നെക്സ്റ്റ് ലാസ്റ്റ് വൺ, മാക്സിമം ടു മിനിമം ട്രെൻഡ്. യെസ്, ഇവിടെ 7 അല്ല കേട്ടോ, 7 വലിയൊരു ഭാഗമല്ല. സിക്സ്ത് വൺ, മാക്സിമം ടു മിനിമം ട്രെൻഡ്. കുട്ടികളുടെ ശരീരത്തിന്റെ ആക്ഷൻസിന്റെ പ്രിൻസിപ്പിൾസ് ആണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ സിക്സ്ത് പ്രിൻസിപ്പിൾ ആണ് നമ്മളിപ്പോ പറയുന്നത്. അപ്പൊ ഓരോ പ്രിൻസിപ്പിളും എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഒരു ക്ലിയർ ഐഡിയ കിട്ടിയോ? കൺഫ്യൂഷൻ ഉണ്ടോ പേരൊക്കെ കേട്ടപ്പോ? നമ്മളൊരു കുഞ്ഞു ബേബിയെ മനസ്സിൽ വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് മനസ്സിലാകും. കുട്ടിയുടെ ആദ്യത്തെ ആക്ഷൻസ് അത് പിന്നെ സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷനായി മാറുന്നു. തലയുടെ കൺട്രോൾ വരുന്നു. ദെൻ നടക്കാനായിട്ട് തുടങ്ങുമ്പോൾ ബാലൻസ് ചെയ്യുന്നു, കാലിന്റെ കൺട്രോൾ. അതാണ് 8 ടെയിൽ എന്ന് പറയുന്നത്. ടെയിൽ എന്ന് ഉദ്ദേശിക്കുന്നത് ഫൂട്ടാണ്. ഓക്കെ, ദെൻ നിയർ ഫാർ എന്നുള്ളത് കുട്ടിയുടെ ബോഡിയിലെ പല ആക്ഷൻസ്. ബോഡിയിൽ നമ്മളൊരു സെന്റർ ലൈൻ വരയ്ക്കുവാണെങ്കിൽ ഫാർ അവേ ആയിട്ടുള്ള ബോഡി പാർട്സ് പിന്നീടാണ്. നിയർ ആയിട്ടുള്ള ബോഡി പാർട്സിന്റെ കൺട്രോള്, മോട്ടോർ കൺട്രോൾ ആദ്യം നടക്കും. പിന്നെ ബൈലാറ്ററൽ ടു യൂണിലാറ്ററൽ ട്രെൻഡ്, കുട്ടിക്ക് ആ ഒരു ഡയറക്ഷൻ അത് കറക്റ്റ് ആണ്. ആദ്യമൊക്കെ ഒരു 2 വേ രീതിയിൽ റൈറ്റ് ലെഫ്റ്റ് അങ്ങനെ ഇങ്ങനെയുള്ള രീതിയിൽ ഇവർ കളിക്കുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും കുട്ടികൾക്ക് പലപ്പോഴും അവര് പല ഡയറക്ഷനിൽ പോകാം. പക്ഷെ കുറച്ചുകൂടെ വലുതാകുമ്പോൾ അവർക്ക് ആ ഒറ്റ ഡയറക്ഷൻ എന്നുള്ള രീതിയിൽ വരും. നെക്സ്റ്റ് മാക്സിമം ടു മിനിമം ട്രെൻഡ്. മാക്സിമം ടു മിനിമം ട്രെൻഡ് എന്താ വരിക? എയർലി സ്റ്റേജസില് ചെറിയ പ്രായത്തിൽ അവര് ഭയങ്കര പണിയെടുക്കും അല്ലെ? അവരുടെ മൂവ്മെന്റ്സില് എനർജി കുറെ വേണം. അതല്ലേ പറയുന്നേ, കളിച്ചു കഴിഞ്ഞാൽ നല്ല വിശന്നിട്ടുണ്ടാവും, നിറയെ പാല് കൊടുക്കാനോ അങ്ങനെയൊക്കെ പറയാറില്ലേ ഇവര്? ഭയങ്കരമായിട്ട് ഇവര് പണിയെടുക്കും. മാക്സിമം അവരുടെ എനർജി യൂസ് ചെയ്യും അവരുടെ മൂവ്മെന്റ്സിന് വേണ്ടിയിട്ട്. ഡേറ്റ സ്റ്റേജസിൽ അങ്ങനെയല്ല. അതൊരു കോൺഷ്യസ് സ്റ്റേജ് വരുമ്പോഴേക്കും മൂവ്മെന്റ്സിന് അത്രയും എനർജി ഒന്നും കൊടുക്കില്ല. ഈവൻ ഒരു കാര്യം കയ്യിൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ ഞെക്കി പീച്ചി അങ്ങനെ ഒരു ഭയങ്കര എനർജി അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം തുറക്കണം എന്ന് വിചാരിക്കുക. അവരുടെ ഒരു കുറച്ചൊന്ന് ഏജ് ആകുമ്പോൾ കുട്ടികൾക്കറിയാം ദേ നോ ഹൗ ടു ഓപ്പൺ ദി കണ്ടെയ്നർ അല്ലെ? പക്ഷെ കുഞ്ഞു ബേബികൾക്ക് ആ കണ്ടെയ്നർ കണ്ട അതിന്റെ ഷേപ്പ് കണ്ട അറിയില്ല അത് എങ്ങനെയാ തുറക്കേണ്ടതെന്നുള്ളത്. അവരവരുടെ മാക്സിമം എനർജി അതിൽ പ്രയോഗിക്കും. സമയം കുട്ടിയൊന്ന് വലുതായി അവർ ഈ കാര്യങ്ങൾ ചെയ്യാൻ അറിയുന്ന ഒരു പ്രായമാകുമ്പോൾ അവർക്കറിയാം ഒരു പാത്രത്തിന്റെ അടപ്പ് തുറക്കാൻ എത്ര എനർജി വേണം, ഒരു താഴെ ഇരിക്കുന്ന ഒരു സാധനം കയ്യിലെടുക്കാൻ എത്ര എനർജി വേണം, ഓരോന്നിന്റെയും ഫീച്ചേഴ്സ് അനുസരിച്ച് അതിന് എന്ത് എനർജി സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് കുഞ്ഞൊരു പ്രായമാകുമ്പോൾ മനസ്സിലാക്കും. പക്ഷെ ഇനീഷ്യലി കുഞ്ഞു ബേബികൾക്ക് അറിയില്ല ഒന്നിന് ഇത്ര എനർജി മതി, ഇത്ര ശക്തി കൊടുത്താൽ മതി. അവരവരുടെ മാക്സിമം എനർജി മുഴുവനും എല്ലാത്തിലേക്കും ഉപയോഗിക്കും. അതാണ് മാക്സിമം ടു മിനിമം ട്രെൻഡ്. അപ്പൊ നമ്മളുടെ ഒരു പ്രായം എടുക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ചെറിയൊരു ബുക്ക് ഇത് കയ്യിലെടുക്കാൻ എത്രത്തോളം എനർജി വേണമെന്നറിയാം. പക്ഷെ ഒരു കുട്ടിയാവുമ്പം അവനവന്റെ മാക്സിമം എനർജി ആയിരിക്കും അതിന് വേണ്ടി കൊടുക്കുന്നത്. കുഞ്ഞിലെ മാക്സിമം എനർജി കൊടുക്കുന്നു, വലുതാകുമ്പോൾ അത് മിനിമത്തിലേക്ക് പോകുന്നു.
Okay, early stages, extent or muscular involvement and the amount of energy spent on motor functions are greater than that of later stages. Both motor coordination and strength grows with age. Age in grow cheyunu. Motor development relies not only on neuromuscular maturity but also on environmental opportunities. ഇത് muscular maturity മാത്രമല്ല ഈ motor development കണക്ട് ചെയ്യുന്നത് എൻവിയോൺമെന്റൽ ഓപ്പർച്യൂണിറ്റീസുമായിട്ട് ഇതിനെ കണക്ട് ചെയ്യാം. കുട്ടികളെ മാക്സിമം നമ്മൾ സറൗണ്ടിങ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോഴാണ് ഇവരുടെ ഈ മോട്ടോർ ഡെവലപ്മെന്റും എല്ലാം കൂടുന്നത്. ഇപ്പൊ ഫിസിക്കൽ ഡെവലപ്മെന്റിന്റെ നമ്മൾ പറയുന്നുണ്ടായിരുന്നു, ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ് നമ്മൾ പറഞ്ഞു, അത് മാക്സിമം എനർജി യൂസ് ചെയ്യുന്നു. അവരുടെ എൻവിയോൺമെന്റുമായിട്ട് അവരെ കണക്ട് ചെയ്യണം, അവർക്ക് ഔട്ട്ഡോർ ഗെയിംസ് കൊടുക്കണം, ആക്ടിവിറ്റീസ് കൊടുക്കണം. അപ്പോഴാണ് അവരുടെ സ്ട്രോങ് ആവുള്ളൂ. ഒന്നും ചെയ്യിക്കാതെ നമ്മൾ പിടിച്ചു വെച്ച് വീട്ടിനകത്ത് വളർത്തുമ്പോൾ ഇവരുടെ മസിൽസ് ഇതൊന്നും സ്ട്രെങ്തൻ ആവില്ല. ഓക്കെ, അടുത്തത് 7 എന്നുള്ള നമ്പർ അല്ല കേട്ടോ, അടുത്ത ടോപ്പിക് ആണ്. നമുക്ക് 6 പ്രിൻസിപ്പിൾസ് ആണ്. അടുത്ത റോൾ ഓഫ് ടീച്ചർ, അതായത് സ്കൂളിലേക്ക് വരുന്ന പ്രായമാകുമ്പോൾ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിന് ടീച്ചറുടെ റോൾ എന്താണെന്നുള്ളതാണ് നെക്സ്റ്റ് ടോപ്പിക്. അവിടെ ബൈ മിസ്റ്റേക്ക് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്ത് പോയപ്പോഴായിരിക്കാം 7 എന്നുള്ള നമ്പർ അവിടെ വന്നു. നമുക്ക് 7 പ്രിൻസിപ്പിൾ ഒന്നും അല്ല ഇത്. ഓക്കെ, 6 പ്രിൻസിപ്പിൾസ് മാത്രമേ നമുക്ക് ഇതിനകത്തുള്ളൂ. ഓക്കെ, ദെൻ റോൾ ഓഫ് ദ ടീച്ചർ. കുറച്ച് ബുള്ളറ്റ് പോയിന്റ്സ് പറഞ്ഞിട്ടുണ്ട്. ടീച്ചറുടെ റോൾ എന്താണ്, കുട്ടികളുടെ ഡെവലപ്മെന്റിന് ഒരു ടീച്ചർ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം. നമുക്കറിയാം, ചെറിയ ക്ലാസ്സിലെ കുഞ്ഞുങ്ങൾ ഭക്ഷണം കൊണ്ടുവരുമ്പോ ടീച്ചർ അത് നോക്കാനായിട്ട്, മോണിറ്റർ ചെയ്യാനായിട്ട് സ്റ്റാഫിനെ അവർ വയ്ക്കും. ഫുൾ കഴിച്ചു കഴിഞ്ഞു എന്ന് ചെക്ക് ചെയ്ത് ഒക്കെയാണ് ടീച്ചർ അവരെ വിടുള്ളൂ, വെള്ളം ആവശ്യത്തിന് കുടിക്കുന്നുണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പം കുട്ടികൾക്ക് പല ആക്ടിവിറ്റീസ് കൊടുക്കും. അവരുടെ ക്രിയേറ്റിവിറ്റി, അതാണ് ഇവിടെ മാനിപ്പുലേഷൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അവർ പല ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ അവർ പല കാര്യങ്ങളും മാനിപ്പുലേറ്റ് ചെയ്യും. അപ്പൊ അതിന് വേണ്ടിയിട്ട് മോട്ടിവേറ്റ് ചെയ്യിക്കണം. ഒരു ബിൽഡിംഗ് ബ്ലോക്സ് അവർക്ക് കൊടുക്കുവാണ് ഇൻഡോർ ഗെയിംസ് ആയിട്ട്. സോ അതിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്യാന്നുള്ളത് പോസിറ്റീവ് വേയിലാട്ടോ ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യിക്കണം. അതുപോലെ തന്നെ പല മെറ്റീരിയൽസ് കൊടുക്കണം. ടു ഹാൻഡിൽ ആൻഡ് യൂസ് വേരിയസ് ഒബ്ജക്ട്സ് ആൻഡ് ഇംപ്ലിമെന്റ് സോ ആസ് ടു പ്രൊവൈഡ് സെൻസറി ആക്ടിവിറ്റി ആൻഡ് ഐ ആൻഡ് കോർഡിനേഷൻ. ഐയും ഹാൻഡിന്റെ കോർഡിനേഷൻ ഡെവലപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യണം. കളറിങ് അല്ലെ, നല്ലപോലെ അവർ നോക്കും. അവരുടെ കണ്ണിന് ആ ക്രോമാറ്റിക് സെൻസ്, ആ വിഷനിലൂടെ ആ കളർ അവർ മനസ്സിലാക്കും. പിന്നെ കൈയുടെ അത് ഒരു പിക്ചർ കൊടുത്തിട്ട് കളർ ചെയ്യാൻ പറയുമ്പോൾ അതിന്റെ ഔട്ട്ലൈനിൽ നിന്ന് പുറത്തേക്ക് പോകാത്ത രീതിയിൽ ഇങ്ങനെ കളർ ചെയ്തുകൊണ്ടേയിരിക്കും അല്ലെ. പിന്നെ ഡ്യൂറിങ് പ്രീ സ്കൂൾ ആൻഡ് പ്രൈമറി സ്കൂൾ ഡേയ്സ് ആക്ടിവിറ്റീസ് ലൈക്ക് ക്ലേ വർക്ക് കൊടുക്കാം, കളറിങ്, ടിയറിങ് പേപ്പർ ഇങ്ങനെ കീറുന്നത്, ലൈൻ വരച്ചു കൊടുത്തിട്ട് അതിലൂടെ തന്നെ ചെയ്യാൻ പറയാം. കട്ട് ചെയ്യുന്നത്, പെയിന്റ് ചെയ്യുന്നത്, സൂചി നൂല് കോർക്കുന്നത് അല്ലെങ്കിൽ ബീഡ്സ് നൂലിൽ കോർക്കുന്നത്. പിന്നെ ഞങ്ങൾക്കൊക്കെ 2ാം ക്ലാസ്സിൽ തുടങ്ങിയിട്ട് തുന്നലുണ്ടായിരുന്നു. ചെറിയ ഹാൻഡ് കർച്ചീഫ് ഉണ്ടാക്കുന്നതും പല സ്റ്റിച്ചസ് ഒക്കെ പഠിപ്പിച്ചിരുന്നു. പിന്നെ സ്വിങ്, അതെല്ലാം കൊടുക്കാം. ഇതെല്ലാം ഇവരുടെ മോട്ടോർ കൺട്രോളും കോർഡിനേഷനും, ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ നല്ലപോലെ ഇംപ്രൂവ് ചെയ്യും. പിന്നെ ഡാൻസ് ചെയ്യിപ്പിക്കാം അല്ലെ, സൂംബ പോലത്തുള്ള ഡാൻസോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഡാൻസ് ഫോംസ് ചെയ്യുമ്പോഴും അവിടെയും ഹാൻഡ് ആൻഡ് ഐ കോർഡിനേഷൻ നടക്കുന്നുണ്ട്, ബോഡിയുടെ കൺട്രോൾ വരുന്നുണ്ട്. അങ്ങനെ സൂട്ടബിൾ ആയിട്ടുള്ള പ്ലേ ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അങ്ങനെ മോട്ടോർ സ്കിൽസ്, അവരുടെ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട്. ഓക്കെ, നെക്സ്റ്റ് പിന്നെ ഈ വെർബൽ ആയിട്ടുള്ള ലെസൺസ് കുട്ടികൾ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിന് പകരം അത് അവരുടെ മുന്നിൽ ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും നല്ലത്. ടീച്ചേഴ്സ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അവർക്ക് വലിയൊരു കുഞ്ഞു ബേബി കുട്ടികൾക്ക് KG പ്രീ സ്കൂളിലേക്ക് കുട്ടികൾക്ക് വെർബൽ ക്ലാസ്സസ്, വെറുതെ തിയറി ക്ലാസ് എടുത്തിട്ട് കാര്യമില്ലല്ലോ, പലതും അവർക്ക് ഡെമോൺസ്ട്രേറ്റ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കോൺസ്റ്റന്റ് ആയിട്ട് പ്രാക്ടീസ്, അതല്ല ഇൻ ബിറ്റ്വീൻ ദ ക്ലാസ്സസ് അവരെ കൊണ്ട് ചെറിയ വാമപ്പ് എക്സസൈസ് പോലുള്ള എക്സസൈസ് ഒക്കെ ചെയ്യുമല്ലോ, അങ്ങനെയുള്ള അറേഞ്ച്മെന്റ്സും ഫെസിലിറ്റീസും എല്ലാം അവിടെ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത് മോട്ടോർ സ്കിൽ ഇംപ്രൂവ് ചെയ്യാനായിട്ട്. ഇൻഡിപെൻഡന്റ് ആക്ടിവിറ്റി കൊടുക്കാം, മോട്ടിവേറ്റ് ചെയ്യണം അവരെ. സ്പീഡി, ചില കുട്ടികൾക്ക് ചിലപ്പോൾ ഫിസിക്കലി വീക്കോ അങ്ങനെ എന്തെങ്കിലും, അങ്ങനെ ഓരോ സ്പെഷ്യൽ ആയിട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അവർക്ക് സഫീഷ്യന്റ് അതുപോലെ ആപ്റ്റ് ആയിട്ടുള്ള മോട്ടിവേഷൻസും പ്രൊവൈഡ് ചെയ്യണം.
പിന്നെ നോർമൽ സൂപ്പർവിഷൻ, അവരെ ഭയങ്കരമായിട്ട് കൺട്രോൾ ചെയ്യല്ല, ബട്ട് അവരെ ഗൈഡ് ചെയ്യുക. ക്രിട്ടിസൈസ് ചെയ്യുന്നത് തന്നെ മീൻസ് അവരെ അങ്ങ് ഗിൽട്ടി ഫീലിങ്ങോ നിങ്ങൾ എന്തോ ഭയങ്കര തെറ്റ് ചെയ്തു എന്നുള്ള രീതിയിലുള്ള ക്രിറ്റിസിസം ഒക്കെ ഒഴിവാക്കുക. ഒരു സ്മൂത്ത് ആയിട്ടുള്ള രീതിയിൽ വി ക്യാൻ ഷോ ദം എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത്, ആ രീതിയിൽ മുന്നോട്ട് പോകും. ഇത്രയുമാണ് നമ്മൾക്ക് ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിൽ വരുന്നത്. മെയിൻലി ബേസിക് നീഡ്സ് നമ്മൾ പറഞ്ഞു, ഇമോഷണൽ സോഷ്യോ ഇമോഷണൽ നീഡ്സ് പറഞ്ഞു. ഭക്ഷണം മാത്രം പോരാ, വേറെ പല ഫാക്ടേഴ്സും ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ കുട്ടിയുടെ പല മോട്ടോർ ആക്ഷൻസും അതിന്റെ പ്രിൻസിപ്പിൾസ് നമ്മൾ പറയണ്ടായി. പിന്നെ ടീച്ചർമാരുടെ റോള് ആഫ്റ്റർ 3 years കഴിയുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് വരുന്നു. ടീച്ചേഴ്സ് എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഫോർ ദർ ഫിസിക്കൽ ആൻഡ് മോട്ടോർ ഡെവലപ്മെന്റ്. അത്രയാണ് നമുക്ക് ഇതിനകത്ത്. ഓക്കെ ഫൈൻ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. Maybe tomorrow. ഓക്കെ ടീച്ചർ, താങ്ക് യു. Thank you. Bye. Thank you, miss. Thank you, Miss. Bye. ഓ ആശ, നമുക്ക് ഒരു സ്കൂളല്ലല്ലോ, പല സ്കൂൾസ് ഉണ്ടാവില്ലേ? കൺവീനിയന്റ് ആയിട്ട് വേറെ ഏതെങ്കിലും സ്കൂൾ ഉണ്ടോ എന്ന് നോക്കൂ. ഇത് 1-2 സ്കൂളുകളായിട്ടോ ഇങ്ങനെ ചോദിക്കുന്നേ ഈ ടീച്ചിങ് പ്രാക്ടീസിന് ക്യാഷ് കൊടുക്കണമെന്ന്. നമുക്ക് വേറെ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ നോക്കുന്നതാ നല്ലത്. നമ്മളവർക്ക് വേണ്ടിയിട്ട് അത്രയും ടൈം സ്പെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പം അങ്ങോട്ട് കാശും കൂടെ കൊടുക്കാന്നാണ്. അപ്പം ഒരു കുട്ടി പറയുന്നത് നല്ല സ്കൂളാണ്, അവിടെ ജോബിന് ചാൻസ് കിട്ടും ഷുവർ ആണെന്ന് അങ്ങനെയൊക്കെ തോന്നുവാണ്. ഇഫ് യു ക്യാൻ പേ, അത് പേ ചെയ്യാൻ റെഡി ആണെങ്കിൽ ചെയ്യാം. നമുക്ക് വേറെയും സ്കൂളുകൾ കിട്ടുമല്ലോ. ഓ ഓക്കെ ഫൈൻ, മനസ്സിലായി. നമുക്ക് അവിടെ തന്നെ ജോബ് കിട്ടുവാണ്, നല്ല പ്രൊഫൈലാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ ചെറിയ പേയ്മെന്റ് ആണ്. യു ആർ ഓക്കെ, വേണമെങ്കിൽ നോക്കാം. എങ്കിൽ വിട്ടേക്കാം, വേറെ സ്കൂൾ നോക്കാം.